എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ഹരിരത്നം വി കെ. ഞാൻ കോഴിക്കോട് സമ്മിറ്റ് IAS അക്കാദമിയുടെ ഫാക്കൽറ്റിയാണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററി. മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററി എന്ന് പറയുന്നത് ഏകദേശം നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സുകൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഒരുപാട് മത്സര പരീക്ഷകളിൽ ഒരുപാട് ചോദ്യങ്ങൾ വരുന്ന, സ്ഥിരമായിട്ട് ചോദ്യങ്ങൾ വരുന്ന ഒരു മേഖലയാണ്. അതായത് ഏകദേശം ഒരു സ്വാതന്ത്ര്യം കിട്ടിയത് വരെ, അതായത് ഒരു മുഗളന്മാരുടെ, ഇന്ത്യയിലുള്ള മിഡീവൽ ഹിസ്റ്ററിയിൽ മുഗളന്മാരുടെ പതനവും അതിനുശേഷം യൂറോപ്യന്മാർ ഇന്ത്യയിലേക്ക് വരികയും യൂറോപ്യന്മാർ എങ്ങനെ ഇന്ത്യയിലേക്ക് വന്നു, അതിൽ ബ്രിട്ടീഷുകാരെങ്ങനെ ഇന്ത്യയിൽ ശക്തരായി, അവരെങ്ങനെ ഇന്ത്യയെ കീഴടക്കി, അവരെങ്ങനെ ഇന്ത്യയെ ഭരിച്ചു, അവരെ നമ്മൾ എങ്ങനെ പിടിച്ചു പുറത്താക്കി, ഈ പറഞ്ഞ ഇന്ത്യയുടെ ചരിത്രത്തിനെയാണ് നമ്മൾ മോഡേൺ ഹിസ്റ്ററിയിലൂടെ പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്. ഇപ്പോൾ ഒരു മത്സര പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ മോഡേൺ ഹിസ്റ്ററി പഠിക്കുന്ന സമയത്ത് ഈ കടൽ പോലെ കിടക്കുന്ന ഈ ഒരു സബ്ജക്റ്റിൽ നിന്ന് എന്തൊക്കെയാണ് പഠിക്കേണ്ടത്, എന്തെല്ലാമാണ് പഠിക്കേണ്ടത് എന്നുള്ളത് ആദ്യം നമ്മൾ അറിയണം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് 3 കാര്യങ്ങളാണ്. ഒന്ന്, നിങ്ങളെ ഈ സിലബസും ഈ എക്സാമിൻ്റെ ഡിമാൻഡും എന്താണെന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തും. നിങ്ങൾക്ക് വായിക്കാനുള്ള പുസ്തകങ്ങൾ ഏതൊക്കെയാണ്, റെഫർ ചെയ്യാനുള്ള റിസോഴ്സസ് ഏതൊക്കെയാണെന്നുള്ളത് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരും. 3, മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററിനകത്ത് നിങ്ങൾക്ക് എന്തൊക്കെയാണ് പഠിക്കാനുള്ളത്. ഇത്രയും ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഇന്നത്തെ ഒരു ക്ലാസ്സിൽ ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത്. PSC നമുക്ക് എന്ത് തന്നിട്ടുണ്ട്, അതായത് PSC നമുക്കൊരു സിലബസ് തന്നിട്ടുണ്ട്, എന്താണ് മോഡേൺ ഹിസ്റ്ററിയിൽ പഠിക്കേണ്ടത് എന്നുള്ളത്. ആ സിലബസ് എന്താണെന്ന് നമുക്കൊന്ന് ആദ്യം പരിശോധിക്കാം. ആ സിലബസിൽ നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററി ഫ്രം ദ 18th century അപ് ടു ദ പ്രസൻറ്റ് സിഗ്നിഫിക്കൻറ്റ് ഇവൻറ്റ്സ്, പേഴ്സണാലിറ്റീസ് ആൻഡ് ഇഷ്യൂസ്. ബ്രോഡ്ലി പറയുന്നത് 18th century 18th century മുതൽ ഇങ്ങോട്ട് സംഭവിച്ചിട്ടുള്ള എല്ലാ സംഭവങ്ങളും മോഡേൺ ഹിസ്റ്ററിയിൽ പഠിക്കണം എന്നോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, അതിൽ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് 18ാം നൂറ്റാണ്ടിലെ മുഴുവൻ കാര്യങ്ങൾ ഇരുന്ന് പഠിക്കേണ്ട ആവശ്യമില്ല. മെയിൻലി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് 1857 റിവോൾട്ടിന് ശേഷം ഇന്ത്യയിൽ നടന്നിട്ടുള്ള ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന 1857 റിവോൾട്ടിന് ശേഷം ഇന്ത്യയിൽ നടന്നിട്ടുള്ള ഈ ഒരു സമരത്തിന് ശേഷം 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നുണ്ട്. ഈ ഒരു കാലഘട്ടം വരെയുള്ള ഇന്ത്യയുടെ സമര ചരിത്രങ്ങളിലാണ് കൂടുതലും ക്വസ്റ്റ്യൻസുകൾ വന്നിട്ടുള്ളത്. ഇപ്പം 1947 വരെയുള്ള ഈ ഒരു സമര ചരിത്രങ്ങളുടെ കഥയാണ് നിങ്ങൾ കൂടുതലും പഠിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത്. അതിൽ 2ാമത്തെ പോയിന്റ് നിങ്ങൾ ശ്രദ്ധിച്ച് വായിക്കുക, ഇന്ത്യ സ്ട്രഗിൾ ഫോർ ഇൻഡിപെൻഡൻസ്. നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, ഇന്ത്യ ബ്രിട്ടന്റെ അടിയിലായിരുന്നു. ബ്രിട്ടൻ ഒരുപാട് കാലം ഒരു കോളനിയാക്കി ഭരിച്ചുകൊണ്ടിരുന്ന സ്ഥലമായിരുന്നു ഇന്ത്യ. പിന്നീട് പതിയെ പതിയെ ഇന്ത്യക്കാരുടെ പ്രവർത്തനത്തിന്റെ ഫലമായിട്ട് ചെറിയ ചെറിയ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലൂടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പോലെയുള്ള സംഘടനകളുടെയൊക്കെ പ്രവർത്തനം മൂലം നമ്മൾ എന്ത് ചെയ്തു, 1947 2ാം ലോക മഹായുദ്ധം കഴിഞ്ഞതോടുകൂടി തന്നെ ബ്രിട്ടനെ എന്ത് ചെയ്തു, നമ്മൾ ഇന്ത്യയിൽ നിന്ന് നാടുകടത്തി. അങ്ങനെയാണ് ഇന്ത്യ സ്വതന്ത്രമാകുന്നത്. അപ്പം അതുവരെയുള്ള ഇന്ത്യ എങ്ങനെയാണ് സ്വാതന്ത്ര്യം നേടിയെടുത്തത് എന്നതാണ് PSC പഠിക്കാൻ പറഞ്ഞ 2ാമത്തെ കാര്യം. PSC ഇവിടെ എടുത്തു പറയാണ് മോഡേൺ ഹിസ്റ്ററി പഠിക്കണം. അതിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ 2ാമത്തെ പോയിന്റിൽ സ്ട്രെസ് ചെയ്യേണ്ടത് ഇന്ത്യ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നടത്തിയിട്ടുള്ള സമരങ്ങളാണ്. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കേണ്ട അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ക്ലാസ്സുകളിൽ മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററിയുടെ ഒരു ടൈം ലൈൻ വഴി നമ്മൾ ഇങ്ങനെ ഓരോ ഇവന്റുകളും ഓരോ പേഴ്സണാലിറ്റീസും സംഭവ വികാസങ്ങളും ഇങ്ങനെ ചർച്ച ചെയ്ത് പോകുന്നുണ്ടാവും. അതിൽ നമ്മൾ ചർച്ച ചെയ്യേണ്ട വേറൊരു പ്രധാനപ്പെട്ട സംഭവമാണ് ഈ സ്വാതന്ത്ര്യ സമരത്തിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഇന്ത്യയിൽ നടന്ന സോഷ്യൽ ആൻഡ് റിലീജിയസ് റിഫോം മൂവ്മെന്റുകൾ. ഇന്ത്യ നിങ്ങൾക്കറിയാം കുറച്ചും കൂടെ കൺസർവേറ്റീവ് ആയിട്ട്, ട്രഡീഷണലി ബാക്ക്വേർഡായിട്ട് ചിന്തിക്കുന്ന ഒരു സൊസൈറ്റി ആയിരുന്നു. ഇപ്പൊ ഇന്ത്യയിൽ ഒരുപാട് സാമൂഹികമായിട്ടുള്ള പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത്തരം സാമൂഹികമായിട്ടുള്ള പ്രശ്നങ്ങളെയും ചാലഞ്ചസിനെയും എങ്ങനെയാണ് ഇന്ത്യയിലുള്ള ആളുകൾ തരണം ചെയ്തത്, അതിനു വേണ്ടിയിട്ട് സാമൂഹികമായിട്ട്, സോഷ്യലി, റിലീജിയസ്ലി ഇന്ത്യയിലുള്ള പരിവർത്തനങ്ങൾ കൊണ്ടുവരുന്നതിന് വേണ്ടി ആരൊക്കെയാണ് സഹായിച്ചത്. നിങ്ങൾക്ക് ഓൾറെഡി കേട്ടുപരിച്ചിട്ടുണ്ടാവും, രാജാ റാം മോഹൻ റോയ് തുടങ്ങിയിട്ടുള്ള ആളുകളൊക്കെ, ബ്രഹ്മസമാജ്, ആര്യ സമാജ് തുടങ്ങിയിട്ടുള്ള സംഭവങ്ങളൊക്കെ എന്താണെന്നും അത് എന്തൊക്കെ സംഭാവനകൾ ഇന്ത്യയുടെ സാമൂഹികമായിട്ടും റിലീജിയസ്ലിയും, സോഷ്യലിയും റിലീജിയസ്ലിയും എന്തെല്ലാം മാറ്റങ്ങൾ കൊണ്ടുവന്നു എന്നുള്ളത് പഠിക്കാൻ വേണ്ടിയിട്ട് PSC എടുത്തു പറയുന്നുണ്ട്. അപ്പം നമ്മൾ ആ പ്രധാനപ്പെട്ട സംഘടനകൾ ഏതൊക്കെയായിരുന്നു, ആ പേഴ്സണാലിറ്റീസ് ഏതൊക്കെയാണ്, അവരുടെ കോൺട്രിബ്യൂഷൻ എന്തൊക്കെയാണ്, സതി നിർത്തലാക്കിയത് ആരാണ്, ഫീമെയിൽ ഇൻഫാന്റിസൈഡ്, അതായത് ചെറിയ കുട്ടികളെ, പെൺകുട്ടികളാണെങ്കിൽ കൊല്ലുന്ന ഒരു ആചാരം ഉണ്ടായിരുന്നു നമ്മുടെ നാട്ടിൽ, അതെടുത്ത് ഒഴിവാക്കിയത് എപ്പോഴാണ്, വിഡോ ആണെങ്കിൽ
റീമാരേജ് ചെയ്യാൻ പാടില്ല എന്നുള്ള സംഭവം. അപ്പൊ അതിന് ഒരുപാട് സാമൂഹികമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ സമൂഹത്തിലുണ്ടായിരുന്നു. ഇതിനെയൊക്കെ ആരൊക്കെ മാറ്റിയെടുത്തു, ആരൊക്കെയാണ് അതിന് മാറ്റാൻ വേണ്ടി സഹായിച്ചത്, സംഘടനകൾ ഏതൊക്കെ, ഇതൊക്കെയാണ് മൂന്നാമത്തെ പോയിന്റിൽ PSC പഠിക്കാൻ വേണ്ടി പറയുന്നത്. പിന്നെ ഈ ഫോർത്ത് പോയിന്റ് എന്ന് പറഞ്ഞാൽ മോഡേൺ ഹിസ്റ്ററി തന്നെയാണ്, ബട്ട് അതിനെ നമ്മൾ പോസ്റ്റ് ഇൻഡിപെൻഡൻസ് എന്ന് ബ്രോഡ്ലി പറയും. പോസ്റ്റ് ഇൻഡിപെൻഡൻസ്. ഈ പോസ്റ്റ് ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്നത് സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യയിൽ നടന്നിട്ടുള്ള പ്രധാനപ്പെട്ട സംഭവങ്ങൾ എന്തൊക്കെയാണ്, അതാണ് നമ്മൾ പോസ്റ്റ് ഇൻഡിപെൻഡൻസിൽ പഠിക്കുന്നത്. പോസ്റ്റ് ഇൻഡിപെൻഡൻസ് അതിന്റെ കൺസേൺ ഫാക്കൽറ്റി നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യും. അതിനുശേഷം വരുന്ന ലാസ്റ്റത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഇൻഡിപെൻഡന്റ് ഇന്ത്യ ആൻഡ് ഹെർ നൈബേഴ്സ്. അപ്പം സ്വതന്ത്രമായ ഇന്ത്യയും അതിന് ചുറ്റുമുള്ള നൈബേഴ്സ് എന്ന് പറഞ്ഞാൽ ആരൊക്കെയാണ് ഇന്ത്യക്ക് ചുറ്റുമുള്ളത്? ഇന്ത്യയോടൊപ്പം തന്നെ സ്വാതന്ത്ര്യം കിട്ടിയ പാകിസ്ഥാൻ, അതേ ആ സമയത്ത് തന്നെ സ്വതന്ത്രമായിട്ട് വന്നിട്ടുള്ള ചൈന, പിന്നീട് 1971 വാറിന് ശേഷം വന്ന ബംഗ്ലാദേശ്, നേപ്പാൾ, ഭൂട്ടാൻ, ശ്രീലങ്ക, മാലദ്വീപ്സ് തുടങ്ങിയിട്ടുള്ള ഇന്ത്യക്ക് ചുറ്റുമുള്ള അയൽ രാജ്യങ്ങൾ, മ്യാൻമർ തുടങ്ങിയ അയൽ രാജ്യങ്ങൾ സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യയുമായിട്ടുള്ള ബന്ധം എങ്ങനെയായിരുന്നു എന്നുള്ളതും ഇത് പഠിക്കുന്നുണ്ട്. ഇത് ടെക്നിക്കലി പറയുകയാണെങ്കിൽ ഇന്റർനാഷണൽ റിലേഷൻസിന്റെ എടുക്കുന്ന ഫാക്കൽറ്റി ഈ ഏരിയയും കൂടെ കവർ ചെയ്യും. സോ നമ്മൾ മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആദ്യം സംസാരിച്ച 3 പോയിന്റുകളാണ്. ഹിസ്റ്ററി ഓഫ് മോഡേൺ ഇന്ത്യ, മോഡേൺ ഇന്ത്യയുടെ ഹിസ്റ്ററി 18ാം നൂറ്റാണ്ട് മുതൽ ഇങ്ങോട്ടേക്ക് 18th സെഞ്ചുറി വരെ, സ്ട്രഗിൾ ഫോർ ഇൻഡിപെൻഡൻസ്, ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരവും സോഷ്യോ റിലീജിയസ് റിഫോം മൂവ്മെന്റ്സുകളും. ഇതുമാണ് നമ്മുടെ മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററിയുടെ വരുന്ന ക്ലാസ്സുകളിലെ ചർച്ചാ വിഷയം. ഓക്കെ, ഇനി ഒരു എക്സാമിന് പഠിക്കുന്ന സമയത്ത് പഠിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ഉണ്ടാവുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യം എന്ത് പഠിക്കണം എന്നുള്ളതാണ്. എന്ത് പഠിക്കണം എന്നും എന്ത് പഠിക്കേണ്ട എന്നുള്ളതാണ്. മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് ചരിത്രകാരന്മാർ ഒരുപാട് പഠനങ്ങൾ നടത്തി ഒരുപാട് പുസ്തകങ്ങൾ എഴുതി ഒരു വലിയ കടലായിട്ട് കിടക്കുന്ന ഒരു സബ്ജക്റ്റാണ്. അപ്പൊ അതിനെ നമ്മൾ എങ്ങനെ സമീപിക്കും, എക്സാമിനെ എങ്ങനെ സമീപിക്കും അറിയുന്നത് 2 കാര്യങ്ങൾ നോക്കണം. PSCക്ക് പഠിക്കുന്ന കുട്ടികൾ ഡിഗ്രി ലെവൽ എക്സാംസിന് PSC ഇതിന്റെ മുന്നേ മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ നിന്ന് ഏതെല്ലാം ഏരിയാസ് നിന്നാണ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത് എന്നുള്ളത് അത് ക്വസ്റ്റ്യൻസ് എടുത്ത് നോക്കിയിട്ട് അത് ചെയ്തു നോക്കണം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ക്വസ്റ്റ്യൻസ് ഏത് ഏരിയയിൽ നിന്നാണ് കൂടുതൽ വരുന്നത്. നമ്മുടെ ക്ലാസ്സുകളിൽ അത് അനുസരിച്ചിട്ടാണ് നമ്മുടെ ക്ലാസ്സുകൾ പോവുക. നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെതായ ബെനിഫിറ്റ് ഉണ്ടാവും. രണ്ടാമത്, ഏത് പുസ്തകം നമ്മൾ വായിക്കണം എന്നുള്ളൊരു ചോദ്യമുണ്ട്. അതിന് വേണ്ടിയിട്ട് ചില ബുക്കുകളും ചില സോഴ്സസും ഞാൻ നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാം. നമ്മുടെ ക്ലാസ്സുകളിൽ ഈ പറഞ്ഞ ഏരിയാസ് ഒക്കെ കവർ ചെയ്യും. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യണം, സ്വന്തമായിട്ട് നിങ്ങളുടെ രീതിയിൽ പുസ്തകങ്ങൾ വായിക്കുന്നത് എപ്പോഴും നിങ്ങൾക്ക് ഒരു അഡ്വാൻറ്റേജ് ആയിരിക്കും. പ്രത്യേകിച്ച് മെയിൻസ് പോലെയുള്ള എക്സാമുകൾക്ക് എഴുതാൻ പോണ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, അത് സ്വന്തമായിട്ട് മനസ്സിലാക്കാനും വായിക്കാനൊക്കെ ഉള്ളൊരു കപ്പാസിറ്റി ഉണ്ടാവും. അത് ഉണ്ടാവണമെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് ആ പുസ്തകങ്ങളോട് ഒരു വട്ടമെങ്കിലും പോയിരിക്കണം. ഈ ക്ലാസ് നിങ്ങൾക്ക് എന്ത് ചെയ്യും, നല്ലൊരു ബേസും അടിത്തറയും പഠിക്കേണ്ട പ്രധാനപ്പെട്ട ഗൈഡ് ലൈൻസും വഴികളൊക്കെ കാട്ടിത്തരും. പ്രിപ്പറേഷൻ നിങ്ങൾ ഒരു പ്രാവശ്യം സ്വന്തമായിട്ട് പുസ്തകമായിട്ട് ചെയ്യണം. അപ്പം ആദ്യം നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട ഒരു പുസ്തകം എന്ന് പറയുന്നത് SCERTയുടെ പുസ്തകമാണ്. SCERTയുടെ പുസ്തകങ്ങളിൽ ഹിസ്റ്ററിയായിട്ട് ബന്ധപ്പെട്ട പുസ്തകങ്ങൾ നിങ്ങൾ വായിക്കുകയും വേണം. വായിച്ചാൽ മാത്രം പോരാ, അതെന്ത് ചെയ്യണം, നോട്ട് പ്രിപ്പറേഷനും കൂടെ വേണം. നോട്ട് പ്രിപ്പറേഷൻ നിങ്ങളെ എന്തിനു ഹെൽപ്പ് ചെയ്യും, എക്സാമിന്റെ തലേ ദിവസങ്ങളിൽ റിവൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഇതാണ് ഒരു പ്രധാനപ്പെട്ട സോഴ്സ്. കാരണം SCERTയിൽ നിന്നാണ് നമ്മുടെ PSC എന്ത് ചെയ്ത് എക്സാംസിന് ക്വസ്റ്റ്യൻസ് പിക്ക് ചെയ്യുന്നുള്ളത് കഴിഞ്ഞ വർഷങ്ങൾ നിങ്ങളെടുത്ത് പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ മെയിൻസ് ഒക്കെ കിട്ടിയിട്ട് സീരിയസ് ആയിട്ട് പഠിക്കാൻ തുടങ്ങുന്ന ആളുകൾക്ക് റെഫർ ചെയ്യാൻ വേണ്ടി കുറച്ച് പുസ്തകങ്ങൾ ഞാൻ പറഞ്ഞു തരാം. അതിൽ UPSCക്കൊക്കെ പഠിക്കുന്ന കുട്ടികൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നതും നിങ്ങൾ ചോദിച്ചാൽ പെട്ടെന്ന് പറഞ്ഞു തരുന്നതായിട്ടുള്ളൊരു ബുക്കുണ്ട്, സ്പെക്ട്രം എന്ന് പറയുന്നത് മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററി എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ കംപ്ലീറ്റ്ലി കവർ ചെയ്യുന്ന ഒരു പുസ്തകമാണ്. അതിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് എഡിഷൻ വാങ്ങുക. ആ ലേറ്റസ്റ്റ് എഡിഷനിൽ നമുക്ക് പഠിക്കേണ്ട പോയിന്റ് ഓഫ് വ്യൂവിൽ ഒരുവിധപ്പെട്ട ഇന്ത്യയുടെ മോഡേൺ ഹിസ്റ്ററി കംപ്ലീറ്റ്ലി കവർ ചെയ്യുന്നുണ്ട്. ഇനി കുറച്ചും കൂടെ ഡീപ്പായിട്ട് ആഴത്തിൽ പഠിക്കണം എന്ന് പറയുകയാണെങ്കിൽ ബിപിൻ ചന്ദ്രയുടെ ഇന്ത്യ സ്ട്രഗിൾ ഫോർ ഇൻഡിപെൻഡൻസ്, ബിപിൻ ചന്ദ്ര എഴുതിയിട്ടുള്ള ഇന്ത്യ സ്ട്രഗിൾ ഫോർ ഇൻഡിപെൻഡൻസ് എന്ന പുസ്തകം കിട്ടും. അതും നിങ്ങൾക്ക് വാങ്ങി വായിക്കാം. സ്വന്തമായിട്ട് വാങ്ങണമെന്നൊന്നും ഞാൻ പറയത്തില്ല, വാങ്ങി വായിച്ചാൽ മതി. വായിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് ഗുണം എന്ന് വെച്ചാൽ
മെയിൻസ് ഒക്കെ എഴുതുന്ന ആളുകൾക്ക് നമ്മൾക്ക് ഫാക്റ്റുകൾ ഒരുപാട് അറിഞ്ഞത് കൊണ്ട് മാത്രം കാര്യമില്ല. അത് എങ്ങനെ ഭംഗിയായിട്ട് നമ്മുടെ പേപ്പറിൽ പിടിപ്പിക്കണമെന്ന് നല്ല ലാംഗ്വേജിന്റെ കഴിവാണ്. അത് നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി ഒരു ദിവസം കൊണ്ട് കിട്ടുന്നതല്ല. നിങ്ങൾ ഈ പറഞ്ഞ മോഡേൺ ഹിസ്റ്ററിയുടെ പുസ്തകമൊക്കെ വായിക്കുമ്പോൾ നിങ്ങൾക്ക് പതിയെ പതിയെ നിങ്ങളുടെ ലാംഗ്വേജ് ഇമ്പ്രൂവ് ചെയ്യും. ഇന്ത്യ സ്ട്രഗിൾ ഫോർ ഇൻഡിപെൻഡൻസ്. അപ്പം ഇത്രയും പുസ്തകങ്ങളാണ്. പുസ്തകങ്ങൾ ഇനിയും ഞാൻ വേണമെങ്കിൽ പറയാം, പക്ഷെ അതുകൊണ്ട് കാര്യമില്ല. എപ്പോഴും സോഴ്സ് ലിമിറ്റ് ചെയ്യുക. നിങ്ങൾ ആദ്യം SCRT പഠിക്കുക. മെയിൻസിനൊക്കെ വരുന്ന സമയത്താണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, സ്പെക്ട്രത്തിലേക്കും ബിപിൻ ചന്ദ്രയിലേക്കും കാലെടുത്ത് വെക്കേണ്ടത്. ഓക്കെ, സോ ഇത്രയാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ള സോഴ്സസ്. ഓക്കെ, ഞാൻ വീണ്ടും ഉറപ്പിക്കുന്നു, നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കാണണം. പ്രത്യേകിച്ച് PSCയുടെ കേസിന് പഠിക്കുന്ന കുട്ടികൾ പ്രീവിയസ് ഇയറിൽ PSCയുടെ ഡിഗ്രി ലെവൽ എക്സാംസിന് എവിടെ നിന്നൊക്കെയാണ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത്, ക്വസ്റ്റ്യൻസിലെ എന്തെല്ലാം ഫാക്ടുകളാണ് ചോദിച്ചിട്ടുള്ളത് എന്നൊക്കെ ഒന്ന് മനസ്സിലാക്കുക. അത് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. ആ ഏരിയ വെച്ചിട്ടാണ് നമ്മൾ ക്ലാസ് എടുക്കുക. അത് നിങ്ങളും കൂടെ ചെയ്യണം, എന്നാലേ നിങ്ങളുടെ തലയിലേക്ക് ഇറങ്ങിച്ചുള്ളൂ. 2 പുസ്തകങ്ങൾ വായിക്കണം. ഇത് രണ്ടുമാണ് നിങ്ങൾക്ക് ചെയ്യേണ്ടത്. ക്ലാസ്സുകൾ കഴിഞ്ഞിട്ട് ചെയ്താൽ മതി ഈ പറഞ്ഞ 2 കാര്യങ്ങൾ. ഓക്കെ, നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്തൊക്കെയാണ് മോഡേൺ ഹിസ്റ്ററി പഠിക്കാനുള്ളത്. ഇത് ഒരു കുട്ടി ഈ പുസ്തകം പഠിക്കുന്ന സമയത്ത് വരുന്ന ഒരു വലിയ വെല്ലുവിളി എന്ന് പറഞ്ഞാൽ, പുസ്തകത്തിൽ കടൽ പോലെ ഒരുപാട് കഥകൾ പറഞ്ഞിട്ടുണ്ടാവും. നമ്മൾക്ക് വേണ്ട പ്രധാനപ്പെട്ട സാധനങ്ങൾ പിക്ക് ചെയ്യാൻ പഠിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ പണി. അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, യൂറോപ്യന്മാർ ഇന്ത്യയിലേക്ക് വന്നത് തൊട്ട് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് വരെയുള്ള ഒരു കാലഘട്ടത്തിനിടയിൽ എന്തെല്ലാം പ്രധാനപ്പെട്ട സംഭവങ്ങൾ നടന്നിട്ടുണ്ടെന്നും എവിടെയെല്ലാം നിന്ന് ക്വസ്റ്റ്യൻസ് നമ്മുടെ PSC പിക്ക് ചെയ്യുന്നുണ്ടെന്നുള്ളതും ഒരു ബ്രോഡ് അണ്ടർസ്റ്റാൻഡിങ്, ഒരു ടൈം ലൈൻ പോലെ നമ്മൾ എന്ത് ചെയ്യും, ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യും. അതിനെ ബേസ് ചെയ്തിട്ട് അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, നിങ്ങളുടെ ഈ പറഞ്ഞ പ്രിപ്പറേഷൻസ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. ഓക്കെ, സോ നമ്മൾക്കറിയാം മോഡേൺ ഹിസ്റ്ററി ഇന്ത്യയിലേക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് ഏകദേശം 1498 നമ്മുടെ പോർച്ചുഗീസുകാർ ഇന്ത്യയിലേക്ക് വന്ന് നമ്മുടെ വാസ്കോഡ ഗാമയുടെ കഥയൊക്കെ അറിയാം. നമ്മുടെ കോഴിക്കോട് കാപ്പാട് ബീച്ചിൽ എന്ത് ചെയ്തു, ആദ്യമായിട്ട് വന്നിറങ്ങുന്നതും അതിനുശേഷം അദ്ദേഹത്തിന് ശേഷം പിന്നീട് ഇന്ത്യയിലേക്ക് ഒരുപാട് യൂറോപ്യൻ രാജ്യങ്ങൾ എന്ത് ചെയ്തു, കച്ചവടത്തിന് വേണ്ടി വരികയുണ്ടാവുകയും ചെയ്തു. ഓക്കെ, അപ്പൊ അത് ആരൊക്കെയായിരുന്നു, അവരെന്തൊക്കെയായിരുന്നു ചെയ്തത്, അവരെപ്പോഴൊക്കെയാണ് വന്നതെന്നുള്ളതാണ് നമുക്ക് ആദ്യം ചർച്ച ചെയ്യാനുള്ളത്. സോ അഡ്വൻസ് ഓഫ് യൂറോപ്യൻസ്. അപ്പൊ ഇതൊരു ഫ്ലോ ചാർട്ട് പോലെ നിങ്ങളുടെ പുസ്തകത്തിൽ എഴുതി വെച്ചാൽ മതി. നിങ്ങൾക്ക് പിന്നീട് സ്വന്തമായിട്ട് പഠിക്കുന്ന സമയത്ത് ഇതൊരു ഗൈഡ് ആയിരിക്കും. നിങ്ങൾക്ക് കൂടുതൽ ഇതിൻ്റെ അകത്തേക്ക് ആഴത്തിൽ ഇറങ്ങി ചെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഇത് സഹായിക്കും. ഓക്കെ, സോ ആദ്യം ഞാൻ ഇതിൽ എഴുതുന്നതിന്റെ നോട്ട്സ് കൂടെ എഴുതിയാൽ മതി. ഓക്കെ, ഫസ്റ്റ് ഇന്ത്യയിലേക്ക് വന്നിട്ടുള്ള ആളാണ് പോർച്ചുഗീസുകാർ. നിങ്ങൾക്കറിയാം വാസ്കോഡ ഗാമ കോഴിക്കോട് വന്ന കഥയൊക്കെ ഞാൻ പറഞ്ഞു. ഈ പോർച്ചുഗീസുകാർ ഇന്ത്യയിലേക്ക് വരുന്ന സമയത്ത് അന്നത്തെ പോർച്ചുഗലിന്റെ തൊട്ടടുത്തുള്ള ഒരു രാജ്യമാണ് സ്പെയിൻ. അപ്പൊ സ്പെയിനും ഇവരും കൂടെ ഭയങ്കര മത്സരമായിരുന്നു. അതായത് അന്നത്തെ അവിടുത്തെ ഒരു മതം ക്രിസ്ത്യൻ വേൾഡാണ്. അപ്പൊ നോൺ ക്രിസ്ത്യൻ വേൾഡുകളെ മുഴുവൻ എന്ത് ചെയ്യാൻ, കോളനികളാക്കാൻ വേണ്ടിയുള്ള ഒരു മത്സരത്തിലായിരുന്നു അവിടെ. അപ്പം അതിനുവേണ്ടി തുടക്കത്തിൽ ഇവരെന്ത് ചെയ്തു, സ്പെയിനും ഈ പറഞ്ഞ പോർച്ചുഗീസൊക്കെ ഒരു മത്സരത്തോടു കൂടി സമീപിക്കുകയും പിന്നീട് പോർച്ചുഗീസ് എന്ത് ചെയ്തു, സ്പെയിനും കൂടെ ഒരു കരാറിൽ ഒപ്പുവെച്ചു. ട്രീറ്റി ഓഫ് ടോർഡിലസ് എന്ന് പറയും. ആ കരാർ പ്രകാരം അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ ഈസ്റ്റേൺ സൈഡ്, അതായത് ആഫ്രിക്ക, ഇന്ത്യ ഉൾപ്പെടുന്ന പ്രദേശങ്ങൾ പോർച്ചുഗലിന് കീഴടക്കാമെന്നും അതിന്റെ വെസ്റ്റേൺ സൈഡ്, അതായത് ഇന്നത്തെ പ്രസന്റ് നോർത്ത് അമേരിക്കയും സൗത്ത് അമേരിക്കയും വരുന്ന പ്രദേശങ്ങൾ സ്പെയിനിനും കീഴടക്കാന്നുള്ളൊരു കരാർ ഒപ്പുവെച്ചതിന്റെ ഭാഗമായിട്ടാണ് ഇന്ത്യയിലേക്ക് കച്ചവട താല്പര്യങ്ങളായിട്ട് ആളുകൾ വരാൻ തുടങ്ങിയത്. ഇതിനൊക്കെ മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ, ഇന്ത്യയും ചൈനയും തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങളിൽ നിന്ന് കയറ്റി അയക്കുന്ന വിലപിടിപ്പുള്ള പല വസ്തുക്കളും ഈ പറഞ്ഞ യൂറോപ്യൻ മാർക്കറ്റിൽ ഭയങ്കര ഡിമാൻഡാണ്. അപ്പൊ അതെങ്ങനെ ഇവർക്ക് ലളിതമായിട്ട് ഇടനിലക്കാരെ ഒഴിവാക്കിയിട്ട് വാങ്ങാം, കച്ചവടം ചെയ്യാം എന്ന് അന്വേഷിച്ചിട്ടാണ് അവർ വഴികൾ തേടി ഇന്ത്യയിലേക്ക് വരുന്നത്. അപ്പം അതിന്റെ ഭാഗമായിട്ട് ആദ്യം വന്ന ആളാണ് പോർച്ചുഗീസ്. രണ്ടാമത് വന്ന രാജ്യമാണ് ഡച്ച്. ഓക്കെ, മൂന്നാമത് ഇതിനു വേണ്ടിയിട്ട് ഇവിടേക്ക് വന്ന ആളാണ് നമ്മുടെ ഇന്ത്യയായിട്ട് ഏറ്റവും കൂടുതൽ ബന്ധമുള്ള ബ്രിട്ടീഷുകാർ, ബ്രിട്ടീഷ് പീപ്പിൾ. ഏറ്റവും ലാസ്റ്റ് പിന്നെ വന്നിട്ടുള്ള ആളാണ് ഫ്രാൻസ്. ഏറ്റവും ആദ്യം വന്നിട്ടുള്ളതും ഏറ്റവും അവസാനം പോയിട്ടുള്ള ആളും
പോർച്ചുഗീസാണ്. നിങ്ങൾക്കറിയാം പോർച്ചുഗീസിന്റെ കോളനി ആയിരുന്നു ഗോവ. പിന്നീട് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം പിന്നീട് പോലീസ് ആക്ഷനിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്തത്, പോർച്ചുഗീസിനെ സ്വതന്ത്രമാക്കിയത്. പോർച്ചുഗീസിന്റെ കയ്യിൽ നിന്ന് ഗോവയെ സ്വതന്ത്രമാക്കിയത്. അത് നിങ്ങൾ പോസ്റ്റ് ഇൻഡിപെൻഡൻസിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഓക്കെ, ആദ്യം വന്ന ആളുകളാണ്. പിന്നീട് ഇന്ത്യയിൽ ഈ പറഞ്ഞ യൂറോപ്യന്മാർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഞാനാണ് വലുത് എന്നുള്ളത് തെളിയിക്കാൻ വേണ്ടി യുദ്ധങ്ങൾ നടന്നിട്ടുണ്ട്. അതിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതും പഠിക്കേണ്ടതുമായിട്ടുള്ള രണ്ടാളുകളെ ഞാൻ പറഞ്ഞുതരാം, ബ്രിട്ടീഷും ഫ്രാൻസും. ബ്രിട്ടൻ ആണോ ഫ്രാൻസ് ആണോ ഇന്ത്യ ഭരിക്കാൻ പോകുന്നത് എന്നുള്ളത് തുടക്കകാലത്ത് അവർക്കിടയിലുള്ള മത്സരം തീരുമാനിക്കാൻ വേണ്ടി പോവുകയായിരുന്നു. അതിന്റെ ഭാഗമായിട്ട് ഇന്ത്യയിൽ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, കർണാട്ടിക് യുദ്ധങ്ങൾ കേട്ടിട്ടുണ്ടാവും. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും കർണാട്ടിക് വാറുകൾ. 3 കർണാട്ടിക് യുദ്ധങ്ങൾ നടക്കുന്നുണ്ട് ഇന്ത്യയിൽ. ലാസ്റ്റത്തെ 3rd കർണാട്ടിക് യുദ്ധത്തിൻ്റെ അകത്ത് എന്ത് ചെയ്തിട്ടുണ്ട്, ബ്രിട്ടീഷ് എന്ത് ചെയ്തിട്ടുണ്ട്, ഫ്രാൻസിനെ പരാജയപ്പെടുത്തി ഇന്ത്യയിലെ പവറായിട്ട് മാറുന്നു. സോ ഇത്രയാണ് യൂറോപ്യൻസിൻ്റെ അകത്ത് നമ്മൾ ചർച്ച ചെയ്യാനുള്ള ക്ലാസ്സുകളിൽ. നമ്മൾ ഇതിൻ്റെ ഓരോരുത്തരും ആരൊക്കെ ഇവരെന്തൊക്കെയാണ് ചെയ്തത് എന്നുള്ളത് നമ്മൾ ക്ലാസ്സുകളിൽ ചർച്ച ചെയ്യും. ജസ്റ്റ് നിങ്ങൾക്കൊരു ഗൈഡ് മാത്രമാണ് ഈ സംഭവം. ഓക്കെ, ഇത് കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് ഇന്ത്യയിൽ ആ സമയത്തുണ്ടായിരുന്ന റീജിയണൽ സ്റ്റേറ്റ്സുകൾ ഏതൊക്കെയാണെന്നുള്ളതാണ് നമുക്ക് നോക്കാനുള്ളത്. ഓക്കെ, റീജിയണൽ സ്റ്റേറ്റ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ഇന്ത്യയിൽ ബ്രിട്ടീഷുകാരൊക്കെ വരുന്നതിന് മുന്നേ ഒരു പ്രധാനപ്പെട്ട റൂളർ എന്ന് പറയുന്നത് മുഗൾ സാമ്രാജ്യമാണ്. മുഗൾ സാമ്രാജ്യത്തിന്റെ അണ്ടറിലായിരുന്നു ഇന്ത്യ ഉണ്ടായിരുന്നത്. ബ്രിട്ടീഷും യൂറോപ്യൻസും ഒക്കെ ഇന്ത്യയിലേക്ക് വരുന്ന സമയത്ത് ഈ മുഗൾ സാമ്രാജ്യത്തിന്റെ ഒരു തകർച്ചയുടെ കാലമാണ് ഔറംഗസേബ് ആണ് ആ സമയത്ത് ഉണ്ടായിരുന്നത്. ഔറംഗസേബിന് ശേഷം വന്ന മുഗൾ ചക്രവർത്തിമാരൊന്നും ഭരിക്കാൻ അത്ര കഴിവില്ലാത്തവരായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ മുഗൾ സാമ്രാജ്യം പതിയെ ക്ഷീണിച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം അതിന് ബന്ധപ്പെട്ട് കടന്നിട്ടുള്ള കുറെ പ്രവിശ്യകളിലുള്ള ഗവർണർമാരും അവിടുത്തെ ആളുകളും എന്ത് ചെയ്തു, സ്വതന്ത്രമായ രാജ്യങ്ങൾ പ്രഖ്യാപിക്കാനും ശത്രു രാജ്യങ്ങളായിട്ട് മാറാനൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ടുണ്ടായ കുറച്ച് രാജ്യങ്ങളിൽ അവിടെയുള്ള ഒരു പ്രധാനപ്പെട്ട പ്രവിശ്യയാണ് ബംഗാൾ. പ്രസന്റ് ഡേ ബംഗ്ലാദേശും വെസ്റ്റ് ബംഗാളൊക്കെ ഉൾപ്പെടുന്ന ബംഗാൾ, ഹൈദരാബാദ്, മൂന്ന് മറാഠാസ്, 4 മൈസൂർ, 5 പഞ്ചാബ്. അപ്പൊ ഇങ്ങനെ എന്ത് ചെയ്തിട്ടുണ്ട്, ഇന്ത്യയിൽ ഒരുപാട് റീജിയണൽ സ്റ്റേറ്റ്സ് ഉണ്ടായിരുന്നു. ബ്രിട്ടൻ എന്ത് ചെയ്തു, ഓരോന്നായിട്ട് യുദ്ധത്തിലൂടെയും പല തന്ത്രങ്ങൾ ഉപയോഗിച്ചിട്ടും എന്ത് ചെയ്തു, ഇത് ബ്രിട്ടന്റെ അണ്ടറിലേക്ക് ഈ പറഞ്ഞ നാട്ടുരാജ്യങ്ങൾ ഓരോന്നായിട്ട് അവർ പിടിച്ചെടുത്തു. ഓക്കെ, അതിൽ ഏറ്റവും ആദ്യം അവർ തുടങ്ങിയിട്ടുണ്ടായിരുന്നത് ബംഗാളിലാണ്. ഫേമസ് ആയിട്ടുള്ള ബാറ്റിൽ ഓഫ് പ്ലാസി. ബാറ്റിൽ ഓഫ് പ്ലാസിയിലൂടെ അവരെന്ത് ചെയ്തു, ബംഗാൾ കീഴ്പ്പെടുത്തുകയും ബംഗാളിൽ ബ്രിട്ടീഷ് ആധിപത്യം സ്ഥാപിക്കുകയും ചെയ്തു. ഓക്കെ, അതാണ് റീജിയണൽ സ്റ്റേറ്റ്സ് പറയാനുള്ളത്. പിന്നീട് ഹൈദരാബാദ് ഉണ്ട്, മറാഠാസ് ഉണ്ട്, മൈസൂർ ഉണ്ട്. മൈസൂരിൽ നമുക്കറിയാം ടിപ്പു സുൽത്താനും ഹൈദരാലിയും ടിപ്പു സുൽത്താനൊക്കെ ഉണ്ടായിരുന്നു. അവരെ യുദ്ധത്തിലൂടെ 4 ആംഗ്ലോ മൈസൂർ വാറുകളിലൂടെ പരാജയപ്പെടുത്തുന്നു. രഞ്ജിത് സിംഗ് ആയിരുന്നു പഞ്ചാബിലുണ്ടായിരുന്നത്. മറാഠാസ് ഉണ്ടായിരുന്നു, മറാഠാസിനെയും യുദ്ധങ്ങളിലൂടെ അവർ പരാജയപ്പെടുത്തി. അങ്ങനെ എന്ത് ചെയ്തു, ഈ പറഞ്ഞ നാട്ടുരാജ്യങ്ങൾ ഓരോന്നായിട്ട് ബ്രിട്ടന്റെ അടിയിലേക്ക് പോയി. സോ ഓർത്തിരിക്കേണ്ടത്, ആരംഭിച്ചത് എവിടെ നിന്നാണ് ബ്രിട്ടൻ? ബംഗാളിൽ നിന്ന്. ഇന്നത്തെ പ്രസന്റ് ഡേ ബംഗാളിൽ നിന്ന്. അവിടെ നിന്നാണ് ബ്രിട്ടന്റെ യാത്ര ആരംഭിക്കുന്നത്. അത് പതിയെ ഇന്ത്യയുടെ ബാക്കി സ്ഥലങ്ങളും കൂടെ പിടിച്ചെടുത്ത് കൊണ്ടുവന്നു. ഓക്കെ, സോ അതൊക്കെയാണ് റീജിയണൽ സ്റ്റേറ്റ്സ്. അപ്പം നമ്മൾ റീജിയണൽ സ്റ്റേറ്റ്സ് എന്തൊക്കെയാണ് അവിടെ യുദ്ധം നടന്നത്, ബ്രിട്ടനായിട്ട് അവർ എങ്ങനെയൊക്കെയാണ് യുദ്ധങ്ങൾ സംഭവിച്ചത് എന്നുള്ളത് ആ ക്ലാസ്സുകളിൽ നമ്മൾ ചർച്ച ചെയ്യും. ഇനി ബ്രിട്ടീഷുകാർ ഇന്ത്യയെ ജസ്റ്റ് പൊളിറ്റിക്കലി അല്ല, അവര് ജസ്റ്റ് ഒരു ഭരണാധികാരികൾ, കുറച്ച് ആളുകൾ ഇന്ത്യയിലേക്ക് വന്ന് ഭരണം നടത്തി എന്നതിനപ്പുറത്തേക്ക് ഇന്ത്യയുടെ സകലമാന മേഖലകളെയും അടക്കി ഭരിച്ചിട്ടുണ്ട് ബ്രിട്ടൻ. പൊളിറ്റിക്കലി ഇന്ത്യയെ അവർ അടക്കി ഭരിച്ചു, എക്കണോമിക്കലി ഇന്ത്യയെ അവർ അടക്കി ഭരിച്ചിട്ടുണ്ട്. അതിന് പുറമെ സോഷ്യലി, കൾച്ചറലി നമ്മുടെ സമൂഹത്തിന് മുഴുവനായിട്ടും എന്ത് ചെയ്തു, ബ്രിട്ടൻ എന്ത് ചെയ്തിട്ടുണ്ട്, അവരുടെ പോളിസീസിലൂടെ അവരുടെ അടിയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ അത് ഓരോന്നും എന്തൊക്കെയായിരുന്നുള്ള ജസ്റ്റ് ഒരു ബ്രീഫ് ആയിട്ടുള്ള ഒരു പിക്ചർ ഞാൻ തരാം. ഓക്കെ, ആദ്യം പൊളിറ്റിക്കലി
ബ്രിട്ടൻ എങ്ങനെയാണ് ഇന്ത്യയെ കീഴ്പ്പെടുത്തിയിട്ടുള്ളത്, അതിനുവേണ്ടി ബ്രിട്ടൻ എന്തെല്ലാം തന്ത്രങ്ങളാണ് ഉപയോഗിച്ചിട്ടുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കാം. അതിൽ നിങ്ങൾ ആദ്യം ഓർക്കേണ്ടത്, ഓരോ പോളിസീസ് ഓരോ തന്ത്രങ്ങളിലും ആദ്യം നിങ്ങൾ ഓർക്കേണ്ടത് റിംഗ് ഓഫ് ഫെൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു തന്ത്രം ഉപയോഗിച്ചിട്ടുണ്ട്. തന്ത്രമല്ല, ഇറ്റ്സ് എ സ്ട്രാറ്റജി. ഈ സ്ട്രാറ്റജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ബംഗാൾ ആദ്യം പിടിച്ചെടുത്ത സമയത്ത് ബംഗാളിന് ഏത് സമയം വേണമെങ്കിലും മറാഠാസ് ആക്രമിക്കാം, അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് വരുന്നുള്ള ഫോറിനേഴ്സ്, അതായത് പുറമെയുള്ള ആളുകൾ വന്ന് ആക്രമിക്കപ്പെടാനുള്ള സാധ്യതകളുണ്ട്. അപ്പൊ അതിനു വേണ്ടിയിട്ട് ബ്രിട്ടന്റെ ബംഗാൾ പ്രവിശ്യ ഒന്ന് സംരക്ഷിക്കുന്നതിന് വേണ്ടി ബംഗാളിന് ചുറ്റുമുള്ള അന്നത്തെ ബംഗാളിന് ചുറ്റുമുള്ള ഔദ് തുടങ്ങിയിട്ടുള്ള എന്താ പറയാ പ്രസന്റ് ബംഗാളിന് ചുറ്റുമുള്ള പ്രദേശങ്ങളിൽ എന്ത് ചെയ്യും, ഒരു ബഫർ സ്റ്റേറ്റ് ക്രിയേറ്റ് ചെയ്യാം. അപ്പൊ യുദ്ധം നടക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും, ഈ പറഞ്ഞ ബംഗാളിനൊരു കുഴപ്പമുണ്ടാവില്ല. ഇതിന് ചുറ്റുമുള്ള ഈ സ്ഥലങ്ങളിലാണ് യുദ്ധം നടക്കുക. അപ്പൊ ബംഗാളിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞ തന്ത്രമായിട്ട് വാരൻ ഹാസ്റ്റിങ്സ് ആദ്യമായിട്ട് വരുന്നത്. ഓക്കെ, ഇത് ആരാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്? വാരൻ ഹാസ്റ്റിങ്സ്. ഓക്കെ, ഓക്കെ. രണ്ട് സബ്സിഡറി അലയൻസ്, മൂന്ന് ഡോക്ട്രിൻ ഓഫ് ലാപ്സ്, നാല് മിസ്ഗവൺമെന്റ് കൺസെപ്റ്റ്. സോ സബ്സിഡറി അലയൻസ് കൊണ്ടുവന്നത് വെല്ലസ്ലിയാണ്. ഡോക്ട്രിൻ ഓഫ് ലാപ്സ് കൊണ്ടുവന്നത് ഡെൽഹൌസിയാണ്. ഓക്കെ, ഡോക്ട്രിൻ ഓഫ് ലാപ്സ് കൊണ്ടുവന്നത് ഡെൽഹൌസിയാണ്. മിസ് ഗവൺമെന്റ് കൺസെപ്റ്റ് കൊണ്ടുവന്നതും ഡെൽഹൌസിയാണ്. ഇങ്ങനെ ഇത്തരം സ്ട്രാറ്റജീസിലൂടെ സബ്സിഡറി റിലയൻസും ഡോക്ട്രിൻ ഓഫ് ലാപ്സും മിസ് ഗവൺമെന്റ് കൺസെപ്റ്റും തുടങ്ങിയ സ്ട്രാറ്റജീസിലൂടെ എന്ത് ചെയ്തു, ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു, ഇന്ത്യയിൽ ഓരോരോ നാട്ടുരാജ്യങ്ങളെ അവരുടെ അടിയിലേക്ക് കൊണ്ടുവന്നു. ഡോക്ട്രിൻ ഓഫ് ലാപ്സ് വഴി അധികാരം നഷ്ടപ്പെട്ട ഒരു ഫേമസ് ആയിട്ട് ആളെ നിങ്ങൾ ഓർമ്മിപ്പിക്കുകയാണെങ്കിൽ ഝാൻസി റാണി നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും. അതുകൊണ്ട് സിമ്പിളായിട്ട് ഉദ്ദേശിക്കുന്നത് എന്താ പറയാ, കിരീടാവകാശിയായിട്ട് ആളില്ലാത്തവർ എന്ത് ചെയ്യും, ആൺകുട്ടികളില്ലാത്തവർക്ക് എന്ത് ചെയ്യും, കുട്ടികളില്ലാത്ത ആൾക്കാർ എന്ത് ചെയ്യും, ബ്രിട്ടൻ ഏറ്റെടുക്കും. സബ്സിഡറി റിലയൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കരാർ ഒപ്പുവെച്ച ആൾക്കാർക്ക് പിന്നീട് പുറമുള്ള യൂറോപ്യന്മാരായിട്ട് കച്ചവടം ചെയ്യാൻ പറ്റില്ല, ഡീലുകളൊന്നും നടത്താൻ പറ്റില്ല, എപ്പോഴും കോർട്ടിലൊരു ബ്രിട്ടീഷ് പ്രതിനിധി ഉണ്ടാവും, സകലമാന കാര്യങ്ങളും ബ്രിട്ടൻ. അത്തരം സംഭവങ്ങളൊക്കെയാണ് സബ്സിഡറി അലയൻസിലുള്ളത്. സോ ഈ 4 സംഭവങ്ങളുടെ പൊളിറ്റിക്കലി ബ്രിട്ടൻ എന്ത് ചെയ്തു, ഇന്ത്യയിലെ നാട്ടുരാജ്യങ്ങളെ, ഒരുപാട് നാട്ടുരാജ്യങ്ങളെ അതിന്റെ അണ്ടറിലേക്ക് കൊണ്ടുപോയി. പിന്നെ എക്കണോമിക്കലി എക്കണോമിക്കലി ബ്രിട്ടൻ എന്ത് ചെയ്തു, ഇന്ത്യയിൽ റവന്യൂ റിഫോംസുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു. എന്താണ് റവന്യൂ റിഫോംസ്? വാട്ട് ഈസ് റവന്യൂ റിഫോംസ്? റവന്യൂ റിഫോംസിന്റെ എക്സാമ്പിളിന്റെ പേര് പറയാൻ നിങ്ങൾക്ക് ചിലപ്പോൾ ഓർമ്മ ഉണ്ടാവും. സമീന്ദാരി സിസ്റ്റം, മഹൽവാരി സിസ്റ്റം, റോയറ്റ്വാരി സിസ്റ്റം, ഈ 3 സംഭവങ്ങളും ലാൻഡ് റവന്യൂ സെറ്റിൽമെന്റ് സിസ്റ്റമാണ്. പണ്ടത്തെ രാജാക്കന്മാർക്കായാലും, അതായത് ആൻഷ്യന്റ് മിഡീവൽ കാലഘട്ടങ്ങൾക്ക് മുതൽ ഈ ഗവൺമെന്റ്സ്, രാജാധികാരമുള്ള രാജാക്കന്മാർക്കൊക്കെ ഉള്ള ഏറ്റവും വലിയ വരുമാനത്തിന്റെ സ്രോതസ് എന്ന് പറഞ്ഞാൽ ഭൂനികുതികളാണ്, ഭൂമിയിൽ ഏർപ്പെടുത്തിയിട്ടുള്ള നികുതികളാണ്. ബ്രിട്ടൻ ഇന്ത്യയിൽ വന്ന സമയത്തും ബ്രിട്ടൻ എളുപ്പം പണം സമ്പാദിക്കാൻ കിട്ടിയ ഒരു വഴി എന്ന് പറഞ്ഞാൽ അത് ഈ ഭൂനികുതികൾ പിരിച്ചിട്ട് ബ്രിട്ടൻ എന്ത് ചെയ്യുക, പണം സമ്പാദിക്കുന്നതാണ്. അതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്തിട്ടുള്ളതാണ്, ഇന്ത്യയിലെ ഓരോ പ്രദേശങ്ങളിലും ഓരോ സമീന്ദാരി സിസ്റ്റം ഉണ്ടായിരുന്നു.
അപ്പോൾ അവിടെ സമീന്ദാരി കൊണ്ടുവന്നു. റോയറ്റ് വാലി സിസ്റ്റം ചില സ്ഥലത്ത്, പ്രത്യേകിച്ച് സൗത്ത് ഇന്ത്യ റീജിയൻസിൽ റോയറ്റ് വാലി സിസ്റ്റം ഉണ്ടായിരുന്നു. നോർത്ത് വെസ്റ്റേൺ റീജിയൻസിൽ എന്ത് ചെയ്തു, ഇൻട്രൊഡ്യൂസ് ചെയ്തു മഹൽവാരി സിസ്റ്റം. ഇതിലൂടെ എന്താണ് ബ്രിട്ടൻ ഉദ്ദേശിക്കുന്നത്? ഇന്ത്യയിൽ നിന്ന് ഭൂനികുതി പിരിച്ചിട്ട് ബ്രിട്ടന്റെ വരുമാനം കൂട്ടുക. അതാണ് അവർ ഇതിലൂടെ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഇത്രയാണ് എക്കണോമിക്കലി അവരെന്ത് ചെയ്ത് ഇന്ത്യയെ പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ളത്. പിന്നീട് പറയുകയാണെങ്കിൽ ഇതിന്റെ കൂടെ അഡീഷണലി നിങ്ങൾക്ക് എന്തും പറയാം. ഇതിനു വേണ്ടിയിട്ട് അവർ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ഇന്ത്യൻ്റെ അകത്തുള്ള ഇൻഡസ്ട്രീസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ബ്രിട്ടൻ എക്സ്പ്ലോയിറ്റേഷന് വേണ്ടിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ റെയിൽവേ, ടെലഗ്രാഫ്, ഓക്കെ, പിന്നെ ഇന്ത്യയിൽ ഒരുപാട് പ്ലാന്റേഷൻസ്, ഇതൊക്കെ എന്ത് ചെയ്ത് എക്കണോമിക്കലി ഇന്ത്യയെ എക്സ്പ്ലോയിറ്റേഷന് വേണ്ടിയിട്ട് ബ്രിട്ടീഷുകാർ ഇവിടെ ഇന്ത്യയിൽ കൊണ്ടുവന്നിട്ടുള്ള സാധനങ്ങളാണ്. ഈ റെയിൽവേ ഒക്കെ എന്ത് ചെയ്ത് ഇന്ത്യയിലുള്ള വിഭവങ്ങൾ എളുപ്പം കയറ്റി അയക്കുന്നതിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നതാണ് അവർ. ഇന്ത്യയിലെ റിസോഴ്സസ് ഏറ്റവും കൂടുതലുള്ള സ്ഥലങ്ങളിലേക്കാണ് ഏറ്റവും കൂടുതൽ അന്ന് ബ്രിട്ടീഷുകാർ റെയിൽവേ നെറ്റ്വർക്ക്സ് ഉണ്ടാക്കി. പെട്ടെന്ന് റിസോഴ്സസ് അവിടെ നിന്ന് എക്സ്ട്രാക്ട് ചെയ്യുക, വേഗം പോർട്സിലേക്ക് എത്തിക്കുക, കപ്പലിൽ കയറ്റുക, അതെന്ത് ചെയ്യുക, കപ്പൽ കൊണ്ടുപോയിട്ട് ബ്രിട്ടനിൽ സാധനം ഇറക്കും. അങ്ങനെ എളുപ്പത്തിൽ ഇന്ത്യയെ എങ്ങനെ ചൂഷണം ചെയ്യാം, അതിന് വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞ ഇൻഡസ്ട്രീസ്. സോ എക്കണോമിക്കലി ഇന്ത്യയെ എന്താണ് ചൂഷണം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഓരോ സംഭവങ്ങളും ബ്രിട്ടീഷുകാർ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. പണം മാക്സിമം എങ്ങനെ എക്സ്ട്രാക്ട് ചെയ്യാം, മാക്സിമം ഇന്ത്യയുടെ റിസോഴ്സസ് എങ്ങനെ കൊള്ളയടിക്കാം, ഇതിനു വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞ എക്കണോമിക്കലി അവർ ഇന്ത്യയെ ചൂഷണം ചെയ്തത്. ഓക്കെ, അങ്ങനെയാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യയെ എക്കണോമിക്കലി ചൂഷണം ചെയ്തത്. ഇനി സോഷ്യലി കൾച്ചറലി എന്ത് ചെയ്തിട്ടുണ്ട് ബ്രിട്ടീഷുകാർ ഇന്ത്യയെ കോൺക്വസ്റ്റ് ചെയ്യുന്നത്? സോഷ്യലി കൾച്ചറലി എന്ത് ചെയ്തിട്ടുണ്ട് ബ്രിട്ടീഷുകാർ ഇന്ത്യയെ കീഴടക്കിയിട്ടുണ്ട്. ഇന്ത്യയിലുണ്ടായിരുന്ന ഒരുപാട്, അത് വേണമെങ്കിൽ പോസിറ്റീവ് സെൻസിൽ നിങ്ങൾക്ക് പറയാൻ പറ്റും. ഇന്ത്യയിലുണ്ടായിരുന്ന സതി ബ്രിട്ടീഷുകാർ നിർത്തലാക്കി. ഇന്ത്യയിലുണ്ടായിരുന്ന ഫീമെയിൽ ഇൻഫാന്റിസൈഡ് ബ്രിട്ടീഷുകാർ നിർത്തലാക്കി. അതേപോലെ വിഡോ റീമാരേജ് അത് അനുവദിച്ചു കൊടുത്തു. പക്ഷേ പുറമെ നിന്ന് നോക്കിയാൽ ഒരു അന്നത്തെ ഇന്ത്യക്കാരന്റെ ചിന്താഗതി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ബ്രിട്ടീഷുകാർ വരുന്നു, പിന്നെ മിഷനറീസിന് ഇന്ത്യയിലേക്ക് വലിയ രീതിയിൽ വരുന്നു. അപ്പം ബ്രിട്ടീഷുകാർ വരുന്നു, ഇന്ത്യയുടെ അവർക്ക് ഭയങ്കര സെൻസിറ്റീവ് ആയിരിക്കും. അവർ ഇന്ന് നമ്മുടെ സമരങ്ങളൊക്കെ നിങ്ങൾ എടുത്തു നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. നമുക്ക് ഇപ്പോൾ ഉള്ളൊരു സാധനം മാറ്റുക എന്ന് പറയുന്നത് ഇപ്പോഴത്തെ സമൂഹത്തിന് അക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പം അന്ന് കുറെ വർഷങ്ങളായിട്ട് ആചരിച്ചു പോരുന്ന സതിയും ഫീമെയിൽ ഇൻഫാന്റിസൈഡും തുടങ്ങിയിട്ടുള്ള സംഭവങ്ങളൊക്കെ ബ്രിട്ടീഷുകാർ നിയമങ്ങളിലൂടെ നിർത്തലാക്കുന്നു എന്ന് പറയുന്ന സമയത്ത് ജനങ്ങൾക്കുള്ളിൽ സ്വാഭാവികമായിട്ടും ബ്രിട്ടനെതിരെ ഒരു വികാരം വരും. കാരണം എന്റെ മതത്തിലുള്ള കാര്യങ്ങൾ എന്തിനാ ഇവർ ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്റെ ആചാരാനുഷ്ഠാനങ്ങളിൽ ബ്രിട്ടൻ എന്തിനാ കൈകടത്തുന്നത്, അല്ലെങ്കിൽ എന്തിനാ മിഷനറീസിനെ ഇന്ത്യയിലേക്ക് അയച്ചിട്ട് അതിനു വേണ്ടിയിട്ട് സഹായം ചെയ്തു. അത്തരം കുറെ ചോദ്യങ്ങൾ ഇന്ത്യക്കാരുള്ളിലേക്ക് കയറി വരാൻ തുടങ്ങി. ഇന്ത്യ എന്ത് ചെയ്തു? പതിയെ നല്ലതാണെന്ന് നമുക്ക് ഒരു പക്ഷേ ഇപ്പൊ സതി നിർത്തലാക്കിയതും ഫീമെയിൽ ഇൻഫാന്റിസൈഡ് നിർത്തലാക്കിയതും വിഡോ റീമാരേജ് അനുവദിച്ചൊക്കെ പ്രോഗ്രസീവാണ് ഇന്നത്തെ പ്രസന്റ് ഡേയിൽ. പക്ഷെ അന്നത്തെ ഇന്ത്യക്കാർക്ക് അത് അത്ര പ്രോഗ്രസീവ് അല്ലായിരുന്നു. അവർ ബ്രിട്ടനുമായിട്ടുള്ള ഒരു ചെറിയ ശത്രുതയ്ക്ക് അത് കാരണമായിട്ട് മാറുകയും ചെയ്തു. സോ ഇങ്ങനെ എന്ത് ചെയ്തിട്ടുണ്ട് ബ്രിട്ടീഷുകാർ ഇന്ത്യയെ സോഷ്യലി എക്കണോമിക്കലി എന്ത് ചെയ്തു, പൊളിറ്റിക്കലി എന്ത് ചെയ്തു, ഇന്ത്യയെ കീഴടക്കിയിട്ടുണ്ട്. ഓക്കെ, സോ ഇതാണ് ബ്രിട്ടീഷ് കോൺക്വസ്റ്റ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പം ബ്രിട്ടീഷുകാർ ഇന്നെ കംപ്ലീറ്റ്ലി ഇന്ത്യയെ, പിന്നെ ഇതിന്റെ കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ സോഷ്യോ കൾച്ചറലി പറയാവുന്നതാണ് നിങ്ങൾക്ക് ഇംഗ്ലീഷ് എഡ്യൂക്കേഷന്റെ ഇൻട്രഡക്ഷൻ. അതിന്റെ അവശിഷ്ടം നമുക്ക് ഇന്നും കാണാൻ പറ്റും. ഇന്നും ഇന്ത്യയിൽ എന്താണ്, ഇംഗ്ലീഷ് എഡ്യൂക്കേഷനാണ് കൂടുതൽ നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത്. ഓക്കെ, അപ്പം അങ്ങനെ ഇന്ത്യയെ അവർ കീഴ്പ്പെടുത്തി. അപ്പം ബ്രിട്ടീഷുകാരുടെ തുടക്കകാലത്തില് 1757 ബാറ്റിൽ ഓഫ് പ്ലാസിക്ക് ശേഷം ബ്രിട്ടീഷുകാർക്ക് ഇവിടെ അധികാരം കിട്ടി. ബാറ്റിൽ ഓഫ് പ്ലാസിക്ക് ശേഷം അവരെന്ത് ചെയ്തു, പതിയെ ഇന്ത്യയിലുള്ള ഈ പറഞ്ഞ സോഷ്യലി, പൊളിറ്റിക്കലി, എക്കണോമിക്കലി, കൾച്ചറലി നമ്മൾ എന്ത് ചെയ്തു, ഇന്ത്യയെ കീഴ്പ്പെടുത്തി. എന്നിട്ട് ഇന്ത്യയെ അവരെന്ത് ചെയ്തു, പതിയെ കംപ്ലീറ്റ്ലി അവരുടെ പരിധിയിലേക്ക് കൊണ്ടുപോകും. സോ ഈ ഒരു കാലഘട്ടം 1757 മുതൽ 1857 വരെയുള്ള ഒരു 100 വർഷക്കാലമാണിത്. ഈ 100 വർഷക്കാലത്തിന്റെ ഇടയിൽ ഈ പറഞ്ഞ പോളിസീസിലൂടെയൊക്കെ എന്ത് ചെയ്തു, ബ്രിട്ടന്റെ കയ്യിലേക്ക് ഇന്ത്യയെ അവർ കൊണ്ടുവന്നു. ഓക്കെ, അപ്പൊ സ്വാഭാവികമായിട്ടും ഇതിനെതിരെ എതിർപ്പുകൾ ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് കലാപങ്ങൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചെറിയ കുഞ്ഞു ഒരുപാട് ട്രൈബൽ പെസന്റ് വർക്ക് ഒരുപാട് എന്ത് ചെയ്തിട്ടുണ്ട്, സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ നിന്ന് എതിർ ശബ്ദങ്ങൾ ഉണ്ടാവാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു.
ഓക്കെ, ഒരുപാട് റെബല്യൻസ്, ചെറിയ ചെറിയ സന്യാസി റെബല്യൻ ഒക്കെ പോലെ ചെറിയ ചെറിയ ഒരുപാട് റെബല്യൻസ് ഉണ്ടാവാൻ തുടങ്ങി. പക്ഷെ അതൊക്കെ എന്ത് ചെയ്യാം, ബ്രിട്ടന് പുഷ്പം പോലെ കൈകാര്യം ചെയ്യാൻ പറ്റിയ സംഭവമായിരുന്നു. കാരണം ചെറിയൊരു പ്രദേശത്ത് ചെറിയൊരു ആവശ്യത്തിന് വേണ്ടി ചെറിയൊരു വിഭാഗം ജനങ്ങൾ നടത്തിയ കലാപങ്ങൾ മാത്രമാണ്. പക്ഷെ ഇതിനെല്ലാം ഒരു ട്വിസ്റ്റ് എന്ന് പോലെ ഒരു വഴിത്തിരിവായത് 1887 ഇന്ത്യയിൽ നടന്നിട്ടുള്ള 1857 റിവോൾട്ട് എന്ന് പിൽക്കാലത്ത് അറിയപ്പെട്ട ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് എന്നറിയപ്പെടുന്ന റിവോൾട്ടാണ്. 1857 റിവോൾട്ട് അതുവരെ ഉണ്ടായിരുന്ന ബ്രിട്ടനെതിരെയുള്ള എതിർപ്പുകൾക്കുള്ള ഒരു കൾമിനേഷൻ ആയിരുന്നു ഈ 1857 നടന്നിട്ടുള്ള റിവോൾട്ട്. 1857 റിവോൾട്ടിലോട് കൂടി എന്ത് ചെയ്തു, ബ്രിട്ടന്റെ അടിത്തറ ഇളകിപ്പോയി. ഓക്കെ, ബ്രിട്ടൻ അവിടെ ആകെ ഒന്ന് നെറ്റിധരിച്ചു പോയി. കാരണം ഇന്നത്തെ പ്രസന്റ് ഡേ ഉത്തർപ്രദേശ്, അതേപോലെ ബീഹാർ, ഹരിയാന, ഡൽഹി തുടങ്ങിയ നോർത്ത് ഇന്ത്യയിലും ഒട്ടുമുക്ക പ്രദേശങ്ങൾ എന്ത് ചെയ്തു, ഈ ഒരു കലാപത്തിന്റെ ഭാഗമായിട്ട് പങ്കെടുത്തു. ഇവിടെ നിന്നൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ബ്രിട്ടനെതിരെ സംഘടിതമായിട്ടൊരു ഏകദേശം 1.5 വർഷത്തോളം നീണ്ടു നിന്നൊരു നീണ്ട കലാപത്തിലേക്ക് മാറിപ്പോയി. ബ്രിട്ടൻ സത്യം പറഞ്ഞാൽ പേടിച്ചുപോയി. ഓക്കെ, ഈ 1857 മുതൽ 1885 വരെ ഇനി എന്തൊക്കെ നടന്നു എന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത്. 1885 ഇന്ത്യയുടെ വഴിത്തിരിവായിട്ടുള്ള ഒരു സംഘടനയുടെ രൂപീകരിച്ച വർഷമാണ് 1885 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യത്തെ സമ്മേളനം നടന്ന വർഷമാണ്. 1887 ഫേമസ് ആയിട്ടുള്ള റിവോൾട്ട് നടന്നിട്ടുള്ള വർഷമാണ്. സോ ഈ ഒരു കാലഘട്ടത്തിന്റെ ഇടയിൽ ഇന്ത്യയിൽ എന്തു സംഭവിച്ചു എന്നുള്ളതാണ് ഇനി നമ്മൾ പരിശോധിക്കുന്നത്. ഇതിൽ പ്രധാനപ്പെട്ട സംഭവം ഞാൻ ഓൾറെഡി മെൻഷൻ ചെയ്തു, 1857 റിവോൾട്ട്. അതിന്റെ കോസസ്, അതിന്റെ ലീഡേഴ്സ്, അതിന്റെ ഇഫക്റ്റ് എന്തൊക്കെയായിരുന്നു, അതിന്റെ റിസൾട്ട്സ് എന്തൊക്കെയായിരുന്നു തുടങ്ങിയ സംഭവങ്ങൾ നമുക്ക് ഇനി എന്ത് ചെയ്യണം, ഇനി വരുന്ന ഇതിൽ ചർച്ച ചെയ്യണം. ഓക്കെ, 1857 റിവോൾട്ടിന്റെ ഏറ്റവും വലിയൊരു ഇമ്പാക്ട് എന്ന് പറയാൻ പറ്റിയ സംഭവം ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ഓഫ് 1858 എന്ത് ചെയ്തു, യുദ്ധം കഴിഞ്ഞ പാടെ തന്നെ ബ്രിട്ടീഷുകാർ ഒരു നിയമം കൊണ്ടുവന്നു. അതുവരെ ഉണ്ടായിരുന്ന ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ന് പറഞ്ഞ കമ്പനി റൂൾ അവസാനിക്കുകയും ആ റൂൾ ആരുടെ കയ്യിലേക്ക് പോവുകയും ചെയ്തു, ബ്രിട്ടീഷുകാരുടെ, അതായത് ഒഫീഷ്യലി ബ്രിട്ടീഷ് ഗവൺമെന്റ് എന്ത് ചെയ്തു, ഇന്ത്യയുടെ അധികാരങ്ങൾ ഏറ്റെടുക്കുകയും ചെയ്തു. സോ അതുവരെ ഇന്ത്യ ഭരിച്ചുകൊണ്ടിരുന്നത് ബ്രിട്ടൻ അല്ല, ബ്രിട്ടീഷുകാരുടെ ഒരു കമ്പനി മാത്രമാണ് ഇന്ത്യയെ ഭരിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഇന്ന് അത് മാറിയിട്ട് എന്ത് ചെയ്തു, ആ കമ്പനിയിൽ നിന്ന് എന്ത് ചെയ്തു, ഭരണം കംപ്ലീറ്റ് ബ്രിട്ടീഷുകാർ ഏറ്റെടുത്തു. കാരണം ബ്രിട്ടൻ പേടിച്ചു പോയി. കാരണം ഇതുപോലെ ഒരു കലാപം ഒരിക്കൽ കൂടി ഇന്ത്യയിൽ നടന്നിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ ബ്രിട്ടീഷ് ഭരണത്തിന്റെ അന്ത്യമായിരിക്കും എന്നുള്ളത് അവർക്ക് ഏറെക്കുറെ മനസ്സിലായി. അതുകൊണ്ട് അവര് എന്ത് ചെയ്തു, ആ സംഭവത്തിന് ശേഷം പെട്ടെന്ന് ബ്രിട്ടൻ അധികാരം എന്ത് ചെയ്തു, വേഗം ഗവൺമെന്റ് ഏറ്റെടുത്തു. ഓക്കെ, അതിനുശേഷം എന്ത് ചെയ്തു, ബ്രിട്ടീഷുകാരുടെ ഭരണത്തിന്റെ രീതി കംപ്ലീറ്റ്ലി ഇന്ത്യയിൽ മാറിപ്പോയി. അതിനുശേഷമാണ് ഇന്ത്യയിൽ അവരെന്ത് ചെയ്തത്, കുറച്ചും കൂടി ഒരു മൃദു സമീപനം ഇന്ത്യക്കാരോട് അവർ കാണിക്കാൻ തുടങ്ങിയത്. പിന്നീട് അവർക്ക് മനസ്സിലായി ഇന്ത്യക്കാരെ ശത്രുക്കളാക്കി വെച്ചുകൊണ്ട് ഇന്ത്യയെ ഭരിക്കാൻ പറ്റില്ലെന്നും എങ്ങനെയെങ്കിലും ഇന്ത്യക്കാരെയും കൂടെ ഈ ഭരണ സംവിധാനത്തിന്റെ ഭാഗമാക്കണമെന്നുമായിട്ട് അവർ വിചാരിച്ചു. അതിന്റെ ഭാഗമായിട്ട് 1861 മുതൽ പിന്നീട് അങ്ങോട്ട് ഒരുപാട് ഇന്ത്യൻ കൗൺസിൽസ് ആക്ട് പറഞ്ഞ ഒരു ആക്ടുകളുടെ ഒരു നീണ്ട നിരകൾ വരുന്നുണ്ട്. ഓക്കെ, ഇന്ത്യൻ കൗൺസിൽ ആക്ട് പ്രകാരം എന്താണ്, ഇന്ത്യക്കാർക്ക് ഈ പറഞ്ഞ പാർലമെന്ററി ഡെമോക്രസി തുടങ്ങിയ സംഭവങ്ങളൊക്കെ എന്ത് ചെയ്യാം, പ്രാതിനിധ്യം കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളായിരുന്നു അത് കൈക്കൊണ്ടിട്ടുണ്ടായിരുന്നത്. ഓക്കെ, സോ അതില് എന്ത് ചെയ്തു, ആദ്യത്തെ നിയമം അങ്ങനെ വന്നു. അതിന്റെ കൂടെ നിങ്ങൾ കൂട്ടി വായിക്കേണ്ട കുറച്ച് സംഭവങ്ങളുണ്ട്. 1860 എന്ത് ചെയ്തത്, ഇന്ത്യൻ പീനൽ കോഡ് വരുന്നത്. 1861 ആർക്കിയോളജിക്കൽ സർവേ, അലക്സാണ്ടർ കന്നിംഗ്ഹാമിന്റെ നേതൃത്വത്തിൽ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ വരുന്നത്. 1871 എന്ത് ചെയ്തു, ഫസ്റ്റ് സെൻസസ് ഇന്ത്യയിൽ നടക്കുന്നു. സോ പിന്നീട് അങ്ങോട്ട് ബ്രിട്ടന് മനസ്സിലായി ഇന്ത്യയെ ഭരിക്കുക എന്ന് പറഞ്ഞാൽ അത്ര ചെറിയ കാര്യമൊന്നുമല്ല, കുറച്ച് പ്രിപ്പയർഡ് ആയിരിക്കണം. അതിനുവേണ്ടി അവർ IPC കൊണ്ടുവന്നു. ഇനി അവർക്ക് നിയമപരമായിട്ടുള്ള ഇന്ത്യയിലെ ആളുകളെന്ന് ഭരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ടൂളായിരുന്നു. ആർക്കിയോളജിക്കൽ സർവേ എന്തിനായിരിക്കും കൊണ്ടുവന്നിട്ടുണ്ടാകുക, നമ്മുടെ ഒരുപാട് മിത്തുകൾ തകർത്ത് തന്നത് ഈ ആർക്കിയോളജിക്കൽ സർവേ ആണ്. നമ്മൾ ഇന്ന് പഠിക്കുന്ന പല ഹിസ്റ്ററീസിന്റെയും ബാക്ക്ഗ്രൗണ്ടുകൾ പഠനങ്ങളിലൂടെ കണ്ടെത്തുന്നവരാണ്. ഒരുപാട് നല്ല പോസിറ്റീവായിട്ടുള്ള സംഭവങ്ങൾ ഈ ആർക്കിയോളജിക്കൽ സർവേ സംഭാവന ചെയ്തിട്ടുണ്ട്. ബട്ട് ബ്രിട്ടീഷുകാർ ഇത് എന്ത് കൊണ്ടുവന്നതിന്റെ ഇന്റൻഷൻ എന്ന് വെച്ചാൽ ഇന്ത്യയെ ഭരിക്കണമെങ്കിൽ ഇന്ത്യയുടെ സാമൂഹികമായിട്ടുള്ള ചരിത്രം അറിയണം. ഓക്കെ, ഇന്ത്യയുടെ കൾച്ചറലിലുള്ള ഹിസ്റ്ററി അവർക്ക് അറിയണം, ഇന്ത്യയുടെ സൊസൈറ്റിയുടെ ഒരു ഹിസ്റ്ററി എന്താണെന്ന് അറിയണം. അങ്ങനെ അറിഞ്ഞാൽ മാത്രമേ ബ്രിട്ടൻ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇന്ത്യയെ കാര്യക്ഷമമായിട്ട് എഫക്റ്റീവ്ലി ഇന്ത്യയെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് ഇവർ ആർക്കിയോളജിക്കൽ സർവേ ആക്ച്വലി എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. സെൻസസ് എടുത്ത് എന്തിനാണ്, ഇന്ത്യയിൽ ആരൊക്കെയാണുള്ളത്, ഇന്ത്യയിൽ എത്ര ജനങ്ങളുണ്ട്. അപ്പൊ ഈ ജനങ്ങളുടെ വിവരം കിട്ടിക്കഴിഞ്ഞാൽ ഇവർക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഇവർക്ക്
ജനങ്ങളെ വിഭജിച്ച് ഭരിക്കാൻ വേണ്ടിയൊക്കെ പറ്റും. അപ്പം ഈ സെൻസസിലൂടെ അവർക്ക് ഇന്ത്യയിൽ എത്ര ഹിന്ദുസ് ഉണ്ട്, എത്ര മുസ്ലിംസ് ഉണ്ട്, ഏതൊക്കെ പ്രവിശ്യയിൽ ഹിന്ദുസ് കൂടുതലാണ്, ഏതൊക്കെ പ്രവിശ്യയിലാണ് മുസ്ലിംസ് കൂടുതലുള്ളത്, എവിടെയാണ് സിഖുകാരുള്ളത്, ഇന്ത്യയിൽ എത്ര കാസ്റ്റ് ഉണ്ട്, ഇങ്ങനെ കംപ്ലീറ്റ് എന്താ പറയുക ഡാറ്റ അവരുടെ കയ്യിൽ കിട്ടും. ഇത് വെച്ച് അവർക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, സുഖമായിട്ട് ഇന്ത്യയെ ഡിവൈഡ് ആൻഡ് റൂൾ എന്ന് പറഞ്ഞ പോളിസി, അഥവാ ഇന്ത്യയെ വിഭജിച്ച് ഭരിക്കാൻ വേണ്ടി പറ്റും. അതിന് വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ എന്ത് ചെയ്തത്, തുടക്കത്തിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, പിന്നെ ഇവിടെ നോക്കേണ്ടത് 1875 എന്ത് ചെയ്തു, മുഹമ്മദിയൻ ആംഗ്ലോ ഓറിയന്റൽ കോളേജ്, മുഹമ്മദിയൻ ആംഗ്ലോ ഓറിയന്റൽ കോളേജ് ആര് എസ്റ്റാബ്ലിഷ് ചെയ്തു, സർ സയ്യിദ് അഹമ്മദ് ഖാൻ. സർ സയ്യിദ് അഹമ്മദ് ഖാൻ എസ്റ്റാബ്ലിഷ് ചെയ്തു. ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു സ്ഥാപനമാണ് ആക്ച്വലി നമ്മുടെ മുസ്ലിം കമ്മ്യൂണിറ്റീൻ്റെ ഇടയിലേക്ക് എഡ്യൂക്കേഷനെ കൊണ്ടുവരുന്നത്. ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യയെ എവിടെയൊക്കെയാണോ വിഭജിക്കാൻ പറ്റി അവിടെയൊക്കെ പോയിട്ട് വിഭജിച്ച് ഭരിക്കുക എന്നുള്ളൊരു തന്ത്രമായിരുന്നു. ഓക്കെ, അതിനു വേണ്ടിയിട്ട് ബ്രിട്ടീഷുകാർ തുടക്കത്തിൽ 1800 നമ്മളിവിടെ പഠിച്ച 1858 ആക്ടിൻ്റെ അകത്ത് എന്ത് ചെയ്തിട്ടുണ്ട്, അവര് ഇന്ത്യക്കാർക്ക് എന്ത് ചെയ്യാം, സിവിൽ സർവീസിന്റെ ഭാഗമായിട്ട് ജോയിൻ ചെയ്യാനും അഡ്മിനിസ്ട്രേഷന്റെ ഭാഗമാവാനുള്ള അനുമതി കൊടുത്തിട്ടുണ്ടായിരുന്നു. തുടക്കകാലത്ത് ഇതിൽ ഡോമിനേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഹിന്ദു കമ്മ്യൂണിറ്റിയാണ്, സ്പെഷ്യലി ബ്രാഹ്മിൺ കമ്മ്യൂണിറ്റി. ഓക്കെ, ഹിന്ദു കമ്മ്യൂണിറ്റി. അപ്പൊ അവിടെ ആരുടെ പ്രസൻസ് ഇല്ലായിരുന്നു, മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ പ്രസൻസ് ഇല്ലായിരുന്നു. കാരണം മുസ്ലിം കമ്മ്യൂണിറ്റിയിലേക്ക് കുറച്ചും കൂടെ ലേറ്റ് ആയിട്ടാണ് മോഡേൺ എഡ്യൂക്കേഷൻ എത്തിയത്. അതിന് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ റോള് വഹിച്ചിട്ടുണ്ടായിരുന്ന ഒരു സംഘടനയാണ് മുഹമ്മദൻ ആംഗ്ലോ ഓറിയന്റൽ കോളേജ്. അങ്ങനെ തുടക്ക കാലഘട്ടത്തിൽ ഒരു 1858 മുതൽ 1875 വരെ ഹിന്ദുസിനെ സപ്പോർട്ട് ചെയ്തു. പിന്നീട് ഈ ആംഗ്ലോ ഓറിയന്റൽ കോളേജ് വന്ന സമയത്ത് അവർ അവസരം മുതലാക്കി എന്ത് ചെയ്തു, കമ്മ്യൂണലിസത്തിന്റെ വിത്ത് പാകി. ഇതിന്റെ എഫക്റ്റ് ആയിട്ട് മുസ്ലിം ലീഗ് സ്ഥാപിക്കപ്പെടുന്നു. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു, അതിന്റെ എഫക്റ്റ് ആയിട്ട് 1947 ആയ സമയത്തേക്ക് മാനുഫാക്ചർ ചെയ്തെടുത്ത കമ്മ്യൂണലിസം വഴി ഇന്ത്യ എന്ത് ചെയ്തു, വിഭജിക്കപ്പെടേണ്ടി വന്നു. സോ ഇതിന്റെയൊക്കെ ഹിസ്റ്ററി സ്റ്റാർട്ട് ചെയ്യുന്ന ഇവിടെ നിന്നാണ്. ബ്രിട്ടീഷുകാർക്ക് ഒരു അവസരം കണ്ടു, ഓക്കെ ഇവിടെ മുസ്ലിം കമ്മ്യൂണിറ്റിയും ഹിന്ദു കമ്മ്യൂണിറ്റിയും രണ്ട് ഭാഗത്തേക്ക് ആക്കാമെന്നും, അതുകൊണ്ട് ഈ അവസരം മുതലാക്കിയിട്ട് അവരെന്ത് ചെയ്തു, ഈ പറഞ്ഞ ഹിന്ദു മുസ്ലിം കമ്മ്യൂണിറ്റിയെ രണ്ട് തട്ടിലേക്ക് ആക്കാൻ വേണ്ടിയിട്ടുള്ള ഡിവൈഡ് ആൻഡ് റൂൾ പോളിസീസ് ആര് ഇംപ്ലിമെന്റ് ചെയ്തു, ബ്രിട്ടീഷുകാർ ഇംപ്ലിമെന്റ് ചെയ്തു. ഓക്കെ, സോ ഇതാണ് എന്ത് ചെയ്യേണ്ടത്, ഈ സമയത്ത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ. പിന്നെ ഇവിടെ നടന്നൊരു പ്രധാനപ്പെട്ട സംഭവം എന്ന് പറയുന്നത് പ്രീ കോൺഗ്രസ് ഓർഗനൈസേഷനെ പറ്റി നമുക്ക് ഈ ഒരു ഏരിയയിൽ പഠിക്കണം. കോൺഗ്രസ് ആണ് ഇന്ത്യത്തെ ഒരു പാൻ ഇന്ത്യ ഓർഗനൈസേഷൻ. ഒരു ഓൾ ഇന്ത്യ ലെവലിൽ നിന്ന് പ്രതിനിധികൾ പങ്കെടുത്തിട്ടുള്ള ആദ്യത്തെ ഒരു സംഘടന എന്ന് പറയുന്നത് INC ആണ്. അതിനു മുന്നേ പ്രീ കോൺഗ്രസ് ഓർഗനൈസേഷൻസ് ഏതൊക്കെയാണ്, അതിന്റെ ലീഡേഴ്സ് ആരൊക്കെ, അത്രയും പഠിച്ചാൽ മതി, കൂടുതൽ പഠിക്കണ്ട. അത് ആദ്യം നിങ്ങൾ പഠിക്കാനുള്ള എളുപ്പത്തിന് വേണ്ടി പഠിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ബംഗാളിൽ ഏതൊക്കെയായിരുന്നു ഓർഗനൈസേഷൻസ്, ബോംബെ പ്രസിഡൻസിയിൽ ഏതൊക്കെയായിരുന്നു ഓർഗനൈസേഷനിൽ, മദ്രാസിൽ ഏതൊക്കെയായിരുന്നു ഓർഗനൈസേഷൻസ് എന്നുള്ളത് നോക്കുക. എന്നിട്ട് ഈ 3 സ്ഥലങ്ങളിലുള്ള ഓർഗനൈസേഷൻ ലിസ്റ്റ് ചെയ്യുക. ആ ഓർഗനൈസേഷന്റെ ലീഡേഴ്സിന്റെ പേരും പഠിക്കുക. ക്വസ്റ്റ്യൻസ് UPSC പോലത്തെ എക്സാമിന്, സിവിൽ സർവീസ് എക്സാംസിന്, UPSCയുടെ സിവിൽ സർവീസ് എക്സാംസിന്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ യൂഷ്വലി കണ്ടുവരാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ പ്രീ കോൺഗ്രസ് ഓർഗനൈസേഷനും അതിന്റെ ലീഡേഴ്സും. ഓക്കെ, അത് നോക്കണം. ഉദാഹരണം പറയുകയാണ് ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ, ദാദാഭായ് നവറോജി. ഓക്കെ, അതേപോലെ ഇന്ത്യൻ അസോസിയേഷൻ ഓഫ് കൽക്കട്ട, അങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് ഓർഗനൈസേഷൻസ് ഇതിന്റെ മുന്നുണ്ടായിരുന്നു. ഈ പറഞ്ഞ ഓർഗനൈസേഷനൊക്കെ എല്ലാ ലീഡേഴ്സും കൂടെ ഒരുമിച്ച് വന്നാണ് 1885 എന്ത് ചെയ്യുന്നത്, INC ഫോം ചെയ്യുന്നത്. ഓക്കെ, 1885 എന്ത് ചെയ്യുന്നത്, INC ഫോം ചെയ്യുന്നത്. അങ്ങനെ INCയുടെ ഫോർമേഷൻ ഒരു വഴിത്തിരിവായിരുന്നു. പിന്നീട് അങ്ങോട്ട് എന്ത് ചെയ്തു, പതിയെ ഇന്ത്യയിൽ നാഷണലിസം എന്ന് പറഞ്ഞ സാധനം പതിയെ വളർന്നു വരാൻ തുടങ്ങി. ഇതുവരെയുള്ള ജനങ്ങൾക്ക് ഒരു പൊതുവിലുള്ള ഒരു സ്വഭാവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ഈ ദേശീയ ബോധമൊന്നുമില്ലായിരുന്നു. അവർക്ക് ഇമീഡിയറ്റ്ലി അവരുടെ സമൂഹത്തിൽ അല്ല അവർക്ക് എക്കണോമിക്കലി നേരിടുന്ന പെട്ടെന്ന് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാവുക, അങ്ങനെ ചെറിയ കോസസിന്റെ മുകളിലുള്ള ഒരു സംഭവമാണ്. അല്ലാതെ ഒരു ഓൾ ഇന്ത്യ ലെവലിൽ ഇന്ത്യ ഒരു രാജ്യമാണെന്നും ഇന്ത്യ മുഴുവനുള്ള ജനങ്ങൾ ഒരുമിച്ച് നിൽക്കണമെന്നും ഇന്ത്യ മുഴുവൻ അവരെ ബ്രിട്ടീഷുകാർ എക്സ്പ്ലോയിറ്റ് ചെയ്യണമെന്നുള്ളതും ബ്രിട്ടനെതിരെ ഇന്ത്യക്കാർ മുഴുവൻ ഒരുമിച്ച് നിൽക്കണമെന്നും നമ്മുടെ ഈ അടിമത്തത്തിന് നമ്മൾ ഒരിക്കലും ഇനി എന്താ പറയാ അനുവദിച്ചു കൊടുത്തുകൂടാ, അങ്ങനെ ഒരു ചിന്താഗതിയൊന്നും ഇന്ത്യക്കാർക്കിടയിൽ വന്നിട്ടില്ലായിരുന്നു. പക്ഷെ അത് പതിയെ വളർന്നു വരാൻ തുടങ്ങി. അതിന്റെ ഒരു എഫക്റ്റ് ആയിട്ട്
അതിന്റെ ഒരു റിസൾട്ടായിട്ട് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറയാം, INCA 1885 INCയുടെ ഫോർമേഷൻ നമുക്ക് പറയാം. ഓക്കെ, INCയുടെ ഫോർമേഷൻ വന്നു കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് INCയുടെ പ്രധാനപ്പെട്ട സമ്മേളനങ്ങൾ നമ്മൾ ക്ലാസ്സുകൾക്കിടയിൽ എന്ത് ചെയ്യും, പ്രധാനപ്പെട്ട ഇവന്റുകളും സമ്മേളനങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പൊ INCയുടെ പ്രധാനപ്പെട്ട സമ്മേളനങ്ങൾ ഏതൊക്കെയാണ്, എന്തൊക്കെയാണ്, അത് എവിടേക്കാണ് നമ്മൾ ക്ലാസ്സുകളിൽ നമ്മൾ ലിസ്റ്റ് ചെയ്യും. നിങ്ങൾ എന്ത് ചെയ്യണം, എക്സ്ട്രാ ഇതിന്റെ ഒരു കമ്പൈലേഷന്റെ നോട്ട് കിട്ടും, ആ നോട്ട് ഒന്ന് വായിച്ചു നോക്കണം. അതായത് പ്രധാനപ്പെട്ട സമ്മേളനങ്ങൾ ഏതൊക്കെയാണ്, അവിടുത്തെ തീരും. നമ്മുടെ പ്രധാനപ്പെട്ട സമ്മേളനങ്ങളും ഇവന്റുകളും നടന്ന INCയുടെ സാധനങ്ങളൊക്കെ നമ്മുടെ ക്ലാസ്സിൽ തന്നെ ഡിസ്കസ് ചെയ്യും. എക്സ്ട്രാ ഉള്ള ഫാക്ടുകൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ പറഞ്ഞ പുസ്തകങ്ങളിൽ മിസ് ആവുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, പിക്ക് ചെയ്യണം. ഓക്കെ, INCയുടെ ഫോർമേഷന് ശേഷം സംഭവിച്ച ചില INCയുടെ സംഘടനയുടെ ഉള്ളിൽ നടന്ന ചില രാഷ്ട്രീയ ചരിത്രങ്ങൾ നമുക്കിവിടെ പഠിക്കണം. തുടക്കത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത് INCയുടെ ഫോർമേഷൻ എങ്ങനെയായിരുന്നു. അത് ഒരുപാട് വിമർശനങ്ങളുടെ പിൻകാലത്ത് ഏറ്റുവാങ്ങിയിട്ടുള്ളതായിരുന്നു INCയുടെ ഫോർമേഷൻ. കാരണം അലൻ ഒക്ടോവിയൻ ഹ്യൂം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റിട്ടയർഡ് ആയിട്ടുള്ള ഒരു ബ്രിട്ടീഷ് സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനാണ് ഇതിന് വേണ്ടിയിട്ട് ഏകോപനം നടത്തിയത്, ഇതിന് മുന്നിൽ നിന്നിട്ട് കാര്യങ്ങൾ തീരുമാനിച്ചത്, സഹായിച്ചതൊക്കെ. അതുകൊണ്ട് തന്നെ ഇതൊരു ബ്രിട്ടീഷുകാരുടെ ഒരു ഗൂഢപദ്ധതിയുടെ ഭാഗമാണ് ഈ INC. ബ്രിട്ടീഷുകാരനെ അനുവദിച്ചിട്ട് ഉണ്ടാക്കിയതാണ് INC. ബ്രിട്ടീഷുകാരുടെ ഒരു രഹസ്യ നടപടിയുടെ ഭാഗമായിട്ട് രൂപീകരിക്കപ്പെട്ടാണ് INC എന്നൊക്കെ പറഞ്ഞ് INCക്കെതിരെ തുടക്കകാലത്തിൽ ഒരുപാട് വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. അതിനെ നമ്മൾ പിന്നീട് സേഫ്റ്റി വാൽവ് തിയറി എന്ന രീതിയിൽ പിന്നീട് ഹിസ്റ്റോറിയൻസ് ചർച്ച ചെയ്തു. സേഫ്റ്റി വാൽവ് എന്താ, നമ്മൾ പ്രഷർ കുക്കറിന്റെ മുകളിൽ ഒരു സേഫ്റ്റി പൈപ്പ് വെക്കുന്നില്ലേ, എന്തിനു വേണ്ടിയിട്ടാ, പ്രഷർ നിറയുന്ന സമയത്ത് എന്ത് ചെയ്യണം, ആ പറഞ്ഞ വെയിറ്റ് പൊന്തുമ്പോൾ അതിലുള്ള പ്രഷർ റിലീസ് ചെയ്യും. INC ആ വെയിറ്റ് പോലൊരു സാധനമാണ്. അതായത് ഇന്ത്യക്കാർക്കിടയിൽ ബ്രിട്ടനെതിരെയുള്ള പ്രഷർ നിറയുന്ന സമയത്ത് INC എന്ത് ചെയ്യും, ആ പ്രഷർ റിലീസ് ചെയ്യുന്നതിനുള്ള ഒരു വെഹിക്കിളായിട്ട് അല്ലെങ്കിൽ ഒരു പൈപ്പായിട്ട് അല്ലെങ്കിൽ ഒരു ഉപകരണമായിട്ട്, അങ്ങനെ ഒരു ഉപകരണമാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ് INCനെ ഫോം ചെയ്തതെന്നാണ് ഈ പറഞ്ഞ ഹിസ്റ്റോറിയൻസ് ഇതിനെ വേണ്ടിയിട്ട് പിൽക്കാലത്ത് വിമർശിച്ചിട്ടുണ്ടായത്. അതാണ് സേഫ്റ്റി വാൽവ് തിയറി. പിന്നീട് നിങ്ങൾ ഇവിടെ ഓർക്കേണ്ട ഒരു പ്രധാനപ്പെട്ട സംഭവം, INCയുടെ തുടക്കകാലത്തിൽ ഏറ്റവും കൂടുതൽ ഡോമിനേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് മോഡറേറ്റ് പൊളിറ്റിക്കൽ വ്യൂസിലുള്ള ഒരുപാട് നേതാക്കന്മാരായിരുന്നു. ഇതിനെ നമ്മൾ പിൽക്കാലത്ത് വിളിച്ചത് മോഡറേറ്റ്സ് എന്നാണ്. ഓക്കെ, ഈ മോഡറേറ്റ്സിന് ശേഷം വന്നിട്ടുള്ള ആൾക്കാരായിരുന്നു എക്സ്ട്രീമിസ്റ്റുകൾ. അപ്പം നമുക്ക് ആരൊക്കെയാണ് മോഡറേറ്റ്സിന്റെ പരിപാടികൾ എന്തൊക്കെയായിരുന്നു, അതേപോലെ തന്നെ എക്സ്ട്രീമിസ്റ്റ് ലീഡേഴ്സ് ആരൊക്കെയായിരുന്നു, അവരുടെ പരിപാടികൾ എന്തൊക്കെയായിരുന്നു, ഇവർ തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്, ഇവരുടെ രാഷ്ട്രീയ പ്രവർത്തന ശൈലിയിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യണം, ക്ലാസ്സുകളിൽ ചർച്ച ചെയ്യാനുള്ളതാണ്. മോഡറേറ്റ്സിൽ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചു കണ്ടിട്ടുള്ള ഒരു സംഭവമാണ് ഏർലി മോഡറേറ്റ്സിന്റെ അകത്തുണ്ടായിരുന്ന ദാദാഭായ് നവറോജി, RC ദത്ത് തുടങ്ങിയിട്ടുള്ള ആളുകൾ റെപ്രസെന്റ് ചെയ്യുന്ന എക്കണോമിക് ക്രിട്ടിക്സ്. എക്കണോമിക് ക്രിട്ടിക്സിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതുവരെ ബ്രിട്ടീഷുകാർ ഇന്ത്യക്കാർക്ക് പറഞ്ഞു കൊടുത്ത കഥ എന്ന് പറഞ്ഞാൽ, ഞങ്ങൾ ഇന്ത്യയിൽ വന്നതും ഞങ്ങൾ ഇന്ത്യയിൽ പഠിച്ചതും അല്ലെങ്കിൽ ഇന്ത്യയിൽ ജീവിച്ചതും തുടങ്ങിയ സംഭവങ്ങൾ സകലമാന കാര്യങ്ങളും എന്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യയുടെ നന്മയ്ക്ക് വേണ്ടി, ഇന്ത്യക്കാരുടെ ഉയർച്ചയ്ക്ക് വേണ്ടി, ഇന്ത്യക്കാർക്ക് വിദ്യാഭ്യാസം കൊടുക്കുന്നതിന് വേണ്ടി, ഇന്ത്യക്കാരെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ബ്രിട്ടീഷുകാർ ഇവിടെ ഇന്ത്യയിലുള്ളത് എന്നാണ് അവർ പറഞ്ഞു പരത്തിയ കഥ. എന്നാൽ അത് അങ്ങനെയല്ല എന്നും, ബ്രിട്ടീഷുകാരുടെ ഇന്ത്യയിൽ അവരുടെ വരവിന്റെ പിന്നിലെ ഉദ്ദേശം എന്ന് പറയുന്നത് അവരുടെ സാമ്പത്തികമായിട്ടുള്ള കുറെ ലാഭങ്ങൾ കണ്ണുവെച്ചുകൊണ്ടാണ് അവർ ഇന്ത്യയിൽ നിൽക്കുന്നത് എന്നുള്ളതും ശാസ്ത്രീയമായ പഠനങ്ങൾക്ക് ശേഷം കൃത്യമായിട്ട് വസ്തുനിഷ്ഠമായിട്ട് ഉദാഹരണങ്ങൾ സഹിതം പുസ്തകങ്ങളിലൂടെ തുറന്നു പറഞ്ഞിട്ടുള്ള ആളുകളാണ് ഈ എക്കണോമിക് ക്രിട്ടിക്കുകളിൽ ദാദാഭായ് നവറോജി, RC ദത്തിനെയൊക്കെ പോലുള്ള ആളുകൾ. അപ്പം ഈ എക്കണോമിക് ക്രിട്ടിക്കുകൾ കണ്ടെത്തിയ കണ്ടെത്തലുകളാണ് പിൽക്കാലത്ത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലുള്ള മുഴുവൻ നേതാക്കന്മാരും അവരുടെ പ്രസംഗങ്ങളിലും പുസ്തകങ്ങളിലും വീണ്ടും 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 ചർച്ച ചെയ്തത്. അതുകൊണ്ട് തന്നെ ഇവരുടെ സംഭാവന എന്ന് പറയുന്നത് വലുതാണ്. അതുകൊണ്ട് UPSC തുടങ്ങിയ എക്സാംസിന് സ്ഥിരമായിട്ട് വരുന്ന രീതിയാണ് ഈ എക്കണോമിക് ക്രിട്ടിക്കുകളും അവർ കണ്ടെത്തിയിട്ടുള്ള കണ്ടെത്തലുകളും. ഇത് നമുക്ക് വിശദമായിട്ട് ക്ലാസ്സിൽ ചർച്ച ചെയ്യണം. ഓക്കെ, അങ്ങനെ മോഡറേറ്റ്സും എക്സ്ട്രീമിസ്റ്റും ഏറെക്കുറെ ഇങ്ങനെ കോൺഗ്രസ്സിൽ ഒരു രണ്ട് പക്ഷത്തെ ആയിട്ട് മാറി നിൽക്കുന്ന സമയത്ത് ഇന്ത്യയിൽ നടന്നൊരു പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് പാർട്ടീഷൻ ഓഫ് ബംഗാൾ. ബംഗാളിനെ വിഭജിക്കുന്നതിന് വേണ്ടിയിട്ട് ബ്രിട്ടൻ തീരുമാനിക്കുന്നത്.
അപ്പം ബംഗാൾ വിഭജനം എന്ന് പറഞ്ഞതിന്റെ പിന്നീടുള്ള ഒരു കാരണം എന്ന് പറയുന്നത്, ബംഗാൾ എന്ന് പറയുന്ന അന്നത്തെ ഇന്ത്യയിലെ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഏറ്റവും വലിയൊരു ഹോട്ട് ബെഡാണ്. അതായത് അവിടെ നിന്നാണ് ഏറ്റവും കൂടുതൽ നേതാക്കന്മാർ വന്നത്, അവിടെ നിന്നാണ് ഏറ്റവും കൂടുതൽ സംഘടനകൾ വരുന്നത്. സോ ഈ ബംഗാൾ ഇതുപോലെ യൂണിറ്റിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ ബ്രിട്ടന് കൈകാര്യം ചെയ്യാവുന്നതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ കൊണ്ടുചെന്ന് എത്തും എന്നുള്ളൊരു ബോധ്യത്തിലാണ് അവരെന്ത് ചെയ്തത്, ബംഗാളിനെ വിഭജിക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചത്. അങ്ങനെ പാർട്ടീഷൻ ഓഫ് ബംഗാൾ എന്നുള്ളത് ബ്രിട്ടീഷുകാർ തീരുമാനിക്കുകയും എവരി ആക്ഷൻ ദർ ഇസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്ന് പറയുന്നത് പോലെ ഇന്ത്യക്കാർ ഈ പാർട്ടീഷൻ ഓഫ് ബംഗാളിനെതിരെ റിയാക്ഷൻ ആയിരുന്നു എന്ത്, സ്വദേശി ആൻഡ് ബോയ്ക്കോട്ട് മൂവ്മെന്റ്. സ്വദേശി ആൻഡ് ബോയ്ക്കോട്ട് മൂവ്മെന്റ്. അപ്പം 1885 കോൺഗ്രസ് രൂപീകരിച്ചതിന് ശേഷം കോൺഗ്രസിന്റെ മുന്നിലേക്ക് വന്ന ഏറ്റവും വലിയൊരു രാഷ്ട്രീയ വെല്ലുവിളിയായിരുന്നു ഈ പാർട്ടീഷൻ ഓഫ് ബംഗാൾ. അവരതിനെ ഏറ്റെടുക്കുകയും, പക്ഷേ പതിയെ പതിയെ ഈ കോൺഗ്രസിന്റെ ഉള്ളിൽ എന്ത് ചെയ്തു, ഈ എക്സ്ട്രീമിസ്റ്റും മോഡറേറ്റുകൾക്കും തമ്മിലുള്ള ഗ്യാപ്പ് വലുതാവാൻ തുടങ്ങി. അവർ രണ്ട് പക്ഷത്തേക്ക് പോയി. ആസ് എ റിസൾട്ട് ഇൻ 1907 എന്ത് ചെയ്തു, സൂററ്റിൽ വെച്ച് നടന്നിട്ടുള്ള കോൺഗ്രസിന്റെ സമ്മേളനത്തിൽ ഈ പറഞ്ഞ മോഡറേറ്റ്സും അതേപോലെ എക്സ്ട്രീമിസ്റ്റുകളും എന്ത് ചെയ്തു, തമ്മിലടിഞ്ഞു പിരിഞ്ഞു. അതോടുകൂടി സ്വദേശി ബോയ്ക്കോട്ട് മൂവ്മെന്റിന്റെ തീയും കെട്ടടങ്ങി. ഈ പറഞ്ഞ എക്സ്ട്രീമിസ്റ്റ് ലീഡേഴ്സിനായ പ്രധാനപ്പെട്ട ഉദാഹരണ തിലകിനെ പോലുള്ള ആൾക്കാരെ അറസ്റ്റ് ചെയ്ത് നാട് കടത്തി ബർമയിലേക്ക്. കുറെ കാലം എന്ത് ചെയ്തു, പിന്നീട് യാതൊരു പ്രവർത്തനങ്ങളും ഇല്ലാതായി. പിന്നീട് ഇതൊക്കെ സോൾവ് ചെയ്തത് പിന്നീട് സംഭവിക്കുന്നത് 1916 ലക്നൌവിൽ വെച്ച സമ്മേളനത്തിലാണ്. ഏകദേശം ഇത്രയും വർഷം, ഒരു 9 വർഷത്തോളം കാലം പിന്നീട് കോൺഗ്രസ് നിർജീവമായി പോയി, പ്രവർത്തനങ്ങളൊന്നുമില്ല. എക്സ്ട്രീമിസ്റ്റുകളാണ് അണികളെ കൂട്ടുന്നതിൽ മിടുക്കന്മാർ, അവര് വേറൊരു തട്ടിൽ പോയി, അവരെ പോലീസുകാർ അറസ്റ്റ് ചെയ്തു. മോഡറേറ്റ്സിനാണെങ്കിൽ അണികളെ കൂട്ടാൻ ആളുകളിടയിലും അങ്ങനെ എന്ത് ചെയ്തു, ഒരു നിഷ്ക്രിയമായിട്ട് ഒന്നും ചെയ്യാനില്ലാത്തൊരവസ്ഥയിലേക്ക് ദേശീയ പ്രസ്ഥാനങ്ങൾ കൂപ്പുകുത്തി വീണു, പ്രത്യേകിച്ച് കോൺഗ്രസ്. പിന്നീട് എപ്പോഴാണ് വന്നത്, 1916 ലക്നൗ വെച്ച സമ്മേളനത്തിലാണ് ഈ പ്രശ്നങ്ങൾ പരിഹരിച്ച് വീണ്ടും ഇവർ ഒരുമിച്ച് പ്രവർത്തിക്കുന്നതിന് വേണ്ടി തീരുമാനിക്കുന്നത്. അപ്പൊ ഇത്രയും സംഭവങ്ങളാണ് ഇവിടെ നിങ്ങൾ ഓർക്കേണ്ടത്. കൂടുതൽ നിങ്ങൾ വായിക്കേണ്ടത്, നേരത്തെ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്ന എന്ത് ചെയ്തു, ഒരു കമ്മ്യൂണലിസത്തിന്റെ വളർച്ച പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡിവൈഡ് ആൻഡ് റൂൾ എന്ന് പറഞ്ഞ ബ്രിട്ടീഷ് പോളിസിയുടെ ഭാഗമായിട്ട് എന്ത് ചെയ്തു, ഇന്ത്യയിൽ പതിയെ പതിയെ കമ്മ്യൂണലിസം വേര് പിടിക്കുന്നു എന്നുള്ളത് നമ്മൾ ഓൾറെഡി ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതിന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്തു, ഇന്ത്യയിൽ ഡിവൈഡ് ആൻഡ് റൂളിന്റെ ഭാഗമായിട്ട് കമ്മ്യൂണലിസം വേര് പിടിക്കുകയും ഇതിന്റെ ഭാഗമായിട്ട് മുസ്ലിം കമ്മ്യൂണിറ്റി എല്ലാവരും കൂടി ചേർന്നിട്ട് അവരൊരു ഡെപ്യൂട്ടേഷൻ അയക്കും. അതിനെ പിൽക്കാലത്ത് ഷിംല ഡെപ്യൂട്ടേഷൻ എന്നാണ് വിളിക്കുക. അവർ വൈസ്രോയെ പോയി കാണുകയും അവരുടെ കമ്മ്യൂണിറ്റിയുടെ ആവശ്യങ്ങൾ ഉന്നയിക്കുകയും ചെയ്തു. ഈ ആവശ്യങ്ങൾ പരിഗണിച്ചുകൊണ്ടാണ് പിന്നീട് ഈ പറഞ്ഞ ഡെപ്യൂട്ടേഷൻ പതിയെ എന്ത് ചെയ്തു, മുസ്ലിം ലീഗായിട്ട് മാറുകയും ഈ ഡെപ്യൂട്ടേഷന്റെ ആവശ്യങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട ആവശ്യമായിട്ടുള്ള കമ്മ്യൂണൽ റെപ്രസെന്റേഷൻ എന്ന ആവശ്യം ഗവൺമെന്റ് അംഗീകരിക്കുകയും അതിന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്തു, ഗവൺമെന്റ് 1909 എന്ത് ചെയ്തു, മോർലി മിന്റോ റിഫോംസ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. അങ്ങനെ മോർലി മിന്റോ റിഫോംസ് 1909 അതിലെ കീ പോയിന്റ് എന്താണ്, കമ്മ്യൂണൽ റെപ്രസെന്റേഷൻ. മുസ്ലിം കമ്മ്യൂണിറ്റീൻ്റെ അകത്തുള്ള പ്രതിനിധികളെ മുസ്ലിം കമ്മ്യൂണിറ്റികൾ മാത്രം തിരഞ്ഞെടുക്കും. ഇന്നത്തെ ഇന്ത്യയിൽ അങ്ങനെയാണോ? അല്ല. ഇന്നത്തെ ഇന്ത്യയിൽ റിസർവേഷൻ ഉണ്ട്. നമ്മൾ ചില കമ്മ്യൂണിറ്റി, ചില വിഭാഗങ്ങൾക്ക് നമ്മൾ റിസർവേഷൻ കൊടുക്കുന്നുണ്ട്. പക്ഷെ അവരെ തിരഞ്ഞെടുക്കുന്നത് നമ്മൾ എല്ലാവരും കൂടി ഒരുമിച്ചിട്ടാണ്. അതാണ് ഇതിന്റെ രണ്ടിനും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം. അത് പിന്നീട് ഈ ഡിവൈഡ് ആൻഡ് റൂൾ എക്സ്പാൻഡ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്തു, ഈ കമ്മ്യൂണൽ റെപ്രസെന്റേഷൻ എന്ത് ചെയ്തു, പിന്നീട് പല വിഭാഗങ്ങൾക്ക്, സിഖ് പിന്നീട് ഒരുപാട് വിഭാഗങ്ങൾക്ക് കൊടുത്തു, ഇൻക്ലൂഡിങ് ഷെഡ്യൂൾഡ് കാസ്റ്റ്, പിന്നെ എന്താ പറയാ, ഡിപ്രസ്ഡ് ക്ലാസസിന് വരെ അത് എക്സ്റ്റെൻഡ് ചെയ്തു. ഓക്കെ, അത് പിൽക്കാലത്ത് നമ്മൾ ചർച്ച ചെയ്യാനുള്ളതാണ്, ഒരു വലിയ ഇഷ്യൂ ആയിട്ട് മാറിയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, സോ മോർലി മിന്റോ റിഫോംസ് ഇതോടുകൂടി ഒരു പ്രധാനപ്പെട്ട എന്താ പറയുക ഇന്ത്യയിലെ സംഭവ വികാസങ്ങൾ ഏറെക്കുറെ ഇവിടെ തീർന്നു.